സാറ് പറയുന്ന പോലെ കുറച്ച് ആംഗിൾ തെറാപ്പി, കുറച്ച് തെറാപ്പി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമുക്ക് ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ഒരു സ്ട്രെസ്സും ഇല്ലാണ്ട്, ഒരു പേടിയില്ലാണ്ട് നമുക്ക് ഏത് എക്സാമും, ഏത് വലിയ എക്സാം വേണമെങ്കിലും നമുക്ക് ആസ്വദിച്ചിട്ട് പഠിക്കുക, അതുപോലെ തന്നെ ആസ്വദിച്ച് എക്സാം എഴുതാൻ പറ്റും എന്നുള്ളതാണ്. മോനു സാറിൻ്റെ സ്റ്റുഡൻറ്റ് NLP ക്ലാസ്സിൽ ഇരുന്നതിന് ശേഷം ലൈഫിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്ന് പറയുന്നത് വലുതാണ്. ഈ സ്ട്രെസ് ഫ്രീ ആയിട്ട് എക്സാം എഴുതാൻ പറ്റി. ഔട്ട്കം തെറാപ്പി കാരണം എൻ്റെ ഗോളിൽ ഞാൻ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ JEE പേപ്പർ 2 എക്സാമിൽ 99.5% മാർക്ക് നേടിയ ആളാണ് ഞാൻ. NLP വന്നതിന് ശേഷം ഇത് വലിയൊരു മാറ്റം ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവും. എക്സാം സിമ്പിളായാൽ ഇവാലുവേഷൻ ടൈറ്റ് ആകും എന്നുള്ളതായിരുന്നു. ഇനിയിപ്പോൾ എക്സാം ടൈറ്റ് ആയാൽ ഞാൻ ഫെയിലാകും എന്നുള്ളതായിരുന്നു. ആ ഒരു ടെൻഷൻ ഫ്രീ കാരണം മൊയ്നുൻ സാറിൻ്റെ NLP കോഴ്സാണ്. NLP ക്ലാസ്സിൽ ചേർന്നതിന് ശേഷം എനിക്ക് വളരെ കോൺഫിഡൻ്റ് ആവാൻ കഴിഞ്ഞു. തെറാപ്പികളൊക്കെ ചെയ്തതിന് ശേഷം മൈൻഡ് വളരെയധികം ഫ്രീ ആയി. ആ ഫ്രീ ആയ കാരണം ഞാൻ വളരെയധികം ഹാപ്പി ആയിരുന്നു. അപ്പോൾ എനിക്ക് എൻജോയ് ചെയ്ത് പഠിക്കാൻ കഴിഞ്ഞു. ഒന്നുകൂടി ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം നല്ല ക്ലാസ് ആയിരുന്നു, ഭയങ്കര രസമുണ്ടായിരുന്നു, പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. My first experience on NLP ഇത് no words to explain it. വാക്കുകൾക്കപ്പുറമാണ്. സ്റ്റുഡൻസ് NLP പ്രോഗ്രാം അറ്റൻഡ് ചെയ്തതിനു ശേഷം റാസിൻ രാജ് സ്കൂൾ സംഘടിപ്പിച്ച ഒരു എക്സാം, അമേരിക്കയിലെ ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെൻറ്ററിൽ സംഘടിപ്പിക്കുന്ന ഒരു സമ്മർ ക്യാമ്പിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ് എനിക്ക്. BBA സെക്കൻഡ് ഇയർ പഠിക്കുന്ന ഒരു സമയത്ത് ഭയങ്കര ടെൻഷനും ഫ്രസ്ട്രേഷനും ഡിപ്രഷനുമായി നിൽക്കുന്ന ഒരു സമയത്താണ് മൊയ്നു സാറിൻ്റെ കോഴ്സിലേക്ക് ഞാൻ ചെല്ലുന്നത്. എനിക്ക് പിന്നെ എൻ്റെ ലൈഫിൽ ഫെയിലിയർ എന്താണെന്ന് ഞാൻ പിന്നെ അറിഞ്ഞിട്ടില്ല. ഭയങ്കര സക്സസ് ആയിരുന്നു. പിന്നെ എൻ്റെ ഓരോ സ്റ്റെപ്പും, പിന്നെ തേർഡ് ഇയർ, ഫൈനൽ ഇയർ, അങ്ങനെ നല്ല മാർക്കോടെ തന്നെയാണ് ഞാൻ പാസ്സായത്. പ്രധാനമായിട്ടും കോഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചേഞ്ച് സഡൻ ആയിട്ടാണ് സംഭവിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എഫക്റ്റീവാണ്. പഠിക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും ഒരു സ്റ്റുഡൻറ്റിന് ഉണ്ടാവുക നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല. ചിലർക്ക് ഭയങ്കര സ്ട്രെസ്സായിരിക്കും, എക്സാമിൻ്റെ സ്ട്രെസ്സ് വരും. എല്ലാ വിഷയങ്ങളും സാറിൻ്റെ ഈ NLP കോഴ്സിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് സത്യം. ഈ ഒരു സ്റ്റുഡൻസ് NLP കഴിഞ്ഞതിന് ശേഷം പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ കാത്തു നിൽക്കുകയാണ് ചെയ്യുക. പരീക്ഷ എത്തിയാൽ പിന്നെ ഒരു പേടിയും ഇല്ലാതെ നല്ല സിമ്പിളായിട്ട് പരീക്ഷ എഴുതി അതേമാതിരി റിസൾട്ടും വാങ്ങും. ഇപ്പോൾ സ്കൂളിൽ പോവുക, പഠിക്കുക, ഭയങ്കര രസമാണത്. പഠിക്കുക എന്നൊക്കെ പറയുമ്പോൾ എക്സാമൊക്കെ കാത്തിക്കപ്പോൾ എക്സാമിനൊക്കെ ഇങ്ങനെ ബുക്ക് തുറക്കുക, ഇത് നല്ല രസമാണ്, ഇത് നല്ല രസം എന്നൊക്കെ പറഞ്ഞിങ്ങനെ പഠിക്കുക. ഇത് നേരത്തെ പഠിച്ചാൽ അത് ഓർമ്മയുണ്ടാവും. അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പവർഫുള്ളാണ്. നല്ല മെമ്മറി, നന്നായിട്ട് പഠിക്കാനുള്ള കഴിവ് ഒക്കെ കിട്ടി. എനിക്കൊക്കെ വളരെ ലേറ്റായിട്ടാണ് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞത്. എൻ്റെ ലക്ഷ്യങ്ങളൊക്കെ ഞാൻ ഉപേക്ഷിച്ചിട്ടിരിക്കുകയായിരുന്നു ശരിക്കും. പക്ഷേ ഈ ക്ലാസ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി അതൊക്കെ നേടിയെടുക്കാമെന്ന്. എന്തായാലും നേടിയെടുക്കും. മൊയ്നു സാറിന് ഞാൻ നന്ദി പറയും. സക്സസ് വാലി നടത്തുന്ന മൊയ്നു സാറിൻ്റെ ഈ ഒരു സ്റ്റുഡൻസ് NLP ക്ലാസ് തികച്ചും എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെയും അനുഭവിക്കാത്ത ഒരു തരം ക്ലാസ് ആയിരുന്നു അത്. സത്യം പറഞ്ഞാൽ ഞാനൊക്കെ മുമ്പ് വിചാരിച്ചൊരു കാര്യം, ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പഠിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്സുള്ളൊരു കാര്യം എന്നുള്ളതാണ്. ക്ലാസ്സിൽ ഒരുപാട് കോമ്പറ്റീഷനാണ്, നല്ല പഠിക്കുന്ന കുട്ടികളുണ്ട്. അവരുടെ ഇടയിൽ നമുക്ക് ഒന്ന് ഫ്രണ്ടിലെത്താന്ന് പറഞ്ഞാൽ നമ്മളൊന്നും സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ഒരു കാര്യമായിരുന്നു. പക്ഷേ ഈ ഒരു ക്ലാസ്സിന് വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ എന്തിപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കുകയാണെങ്കിലും നമ്മൾ സ്ട്രെസ് എടുത്തിട്ടാണ് പഠിക്കുക. ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് പഠിക്കാനുണ്ടല്ലോ എന്നൊക്കെ കരുതി ഭയങ്കര പ്രശ്നങ്ങളോടെ നമ്മൾ ഓരോ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. അതിനടുക്കാൻ നമുക്ക് ഭയങ്കര ആശ്വാസമായിട്ട് നമുക്ക് ഇങ്ങനെ കോഴ്സ് കിട്ടുന്നത്. ഈ ഒരു കോഴ്സിൽ വന്നിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അവിടുത്തെ ഒരു ചുറ്റുപാടൊരു നല്ലൊരു ഫ്രഷ് വൈബ് നമുക്ക് മനസ്സിലാവും. ഓരോ സെഷൻ കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ മിനിറ്റ് കഴിയുമ്പോഴും സാറ് പറയുന്ന ഓരോ വാക്ക് എന്ന് പറയുന്നത് നമ്മളെ ലൈഫിൽ ഒരു സ്റ്റുഡൻ്റ് എന്ന നിലക്കാണ് സാറ് നമ്മോട് സംസാരിക്കുക. അത് ശരിക്കും ഒരു സ്റ്റുഡൻ്റ് എന്ന നിലക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഓരോ കുട്ടികൾക്കും എന്നുള്ളത്. നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എങ്ങനെ പഠിക്കണം, എങ്ങനെയെല്ലാം പഠിക്കാൻ പാടില്ല, അതുപോലെ തന്നെ എന്തെല്ലാം വിധത്തിൽ നമുക്ക് പെട്ടെന്ന് പഠിക്കാനും പെട്ടെന്ന് നമ്മുടെ മെമ്മറിയിൽ നിൽക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ നമുക്ക് എന്തെല്ലാം യൂസ്ഫുള്ളായ സമയത്ത് എങ്ങനെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സാമിൻ്റെ അടുപ്പിച്ചുള്ള സമയം അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ റിവൈസ് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ ഓരോ കാര്യങ്ങളും പഠിക്കുന്നു കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരും. അത് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ട് വന്നാൽ നമുക്ക് തന്നെയാണ് നമ്മുടെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സായിരുന്നു. അതുപോലെ സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ലെവൽ എന്ന് പറയുന്നത് അത് നമ്മളുടെ സത്യം പറയുന്നത് നമുക്ക് പഠിക്കുന്ന നമ്മൾ ബാക്കി കാര്യങ്ങൾ കേൾക്കുന്നതല്ല, നമ്മൾ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ
അനുഭവിക്കുന്നത് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അതിന് ശേഷം എനിക്ക് തോന്നിയൊരു സത്യം പറഞ്ഞാൽ എനിക്ക് ശരിക്കും തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഏത് എക്സാമും എന്ത് കോമ്പറ്റീറ്റീവ് എക്സാമും നമുക്ക് ശരിക്ക് ഒരു ആസ്വദിച്ച് നമുക്ക് എക്സാം എഴുതാൻ പറ്റും എന്നുള്ള ഒരു കാര്യം എനിക്ക് ആദ്യം നിങ്ങളുടെ അടുത്ത് ഓഫർ ചെയ്യാനുള്ള കാര്യം. കാരണം അതിലേറെ നമുക്ക് വേറെ ടെൻഷനും കാര്യങ്ങളും വേറെ ഒന്നുമില്ല. നമ്മൾ എത്ര പഠിച്ചാലും പഠിച്ചില്ല, നമ്മൾ പഠിച്ചത് മുഴുവൻ നമ്മളെ തലയിലാക്കിയിട്ട് നമുക്ക് ഏറ്റവും നട്ഷലായിട്ട് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് എക്സാം എഴുതും എന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണ് ഞാൻ ലാസ്റ്റ് എഴുതിയ എക്സാം എന്ന് പറയുന്നത്. ഇതിൽ എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞാൻ എങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിലും അത് എങ്ങനെ ആ ഒരു എക്സാം എഴുതി നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുമെന്ന് ശരിക്കും എനിക്കൊരു കോഴ്സിൽ എനിക്ക് യൂസ്ഫുള്ളായി എന്നുള്ളതാണ്. പിന്നെ അതിൽ പറയാൻ പറ്റി എനിക്ക് വേറൊരു എൻ്റെ ഒരു നല്ലൊരു അനുഭവം എന്നുള്ളത്, നമ്മൾ ഈ ശരിക്കും ഈ എക്സാമിൻ്റെ ഒരു നേരത്തെ നമുക്കുറിച്ച് ഒരു ആൻസൈറ്റി വരാനുണ്ട്. ഇപ്പോൾ എക്സാം അല്ലേ, അത് ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ, നമുക്ക് അപ്പോഴല്ലേ സമയം ഉണ്ടല്ലോ. പക്ഷേ എക്സാമിന് അന്ന് അല്ലെങ്കിൽ തലേ ദിവസം നമുക്ക് വരേണ്ട ഒരു പേടിയുണ്ട്. കാരണം ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത സമയമാണ്. ആ സമയം നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് ശരിക്കും മനസ്സിലായത് ആ ഒരൊറ്റ ദിവസമാണ്. സാറ് പറയുന്ന പോലെ കുറച്ച് ആംഗിൾ തെറാപ്പി, കുറച്ച് തെറാപ്പി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമുക്ക് ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ഒരു സ്ട്രെസ്സും ഇല്ലാണ്ട് ഒരു പേടിയില്ലാണ്ട് നമുക്ക് ഏത് എക്സാമും ഏത് വലിയ എക്സാം വേണമെങ്കിലും നമുക്ക് ആസ്വദിച്ചിട്ട് പഠിക്കുക, അതുപോലെ തന്നെ ആസ്വദിച്ച് എക്സാം എഴുതാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ പഠിക്കുന്ന അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ എന്ത് വിജയം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ് മൊയ്നു സാറിൻ്റെ ഈ ഒരു NLPൻ്റെ സ്റ്റുഡൻസ് ക്ലാസ് എന്നത്. ശരിക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇതുവരേക്കും കേട്ടിട്ടില്ലാത്ത അനുഭവിക്കാത്തൊരു ക്ലാസ് തന്നെയായിരിക്കും നിങ്ങൾക്കിതെന്ന് പറയുന്നത്. മൊയ്നു സാറിൻ്റെ സ്റ്റുഡൻറ്റ് NLP ക്ലാസ്സിൽ ഇരുന്നതിന് ശേഷം ലൈഫിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളെന്ന് പറയുന്നത് വലുതാണ്. ഈ സ്ട്രെസ് ഫ്രീ ആയിട്ട് എക്സാം എഴുതാൻ പറ്റി. ഔട്ട്കം തെറാപ്പി കാരണം എൻ്റെ ഗോളിൽ ഞാൻ എത്തി നിൽക്കുകയാണ്. അപ്പോൾ JEE പേപ്പർ 2 എക്സാമിൽ 99.5% മാർക്ക് നേടിയ ആളാണ് ഞാൻ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു, പക്ഷെങ്കിൽ അതുകൊണ്ടൊരു കാര്യം ഉണ്ടായിട്ടില്ല. അപ്പം NLP വന്നതിന് ശേഷം ഒരു വലിയൊരു മാറ്റമാണ് ഉണ്ടായിരുന്നത്. ശരിക്കും പറയാം, ഔട്ട്കം തെറാപ്പി സാറിൻ്റെ ക്ലാസ്സിൽ നിന്ന് ചെയ്ത ഔട്ട്കം തെറാപ്പി ഭയങ്കര പവർഫുൾ ആയിരുന്നു. ആ അനുഭവിക്കാൻ പറ്റിയ ഫീൽ എനിക്കിപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, കാരണം ഞാനത് അനുഭവിച്ചറിഞ്ഞതാണ്. മുന്നേ JEE എക്സാമിൽ എനിക്ക് 91.9% പക്ഷേ അതുകൊണ്ടൊരു കാര്യമില്ലായിരുന്നു. കാരണം JEE എക്സാമിൽ 97ൻ്റെ മുകളിൽ വാങ്ങിയാലേ കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ എക്സാം കഴിഞ്ഞ് ആ ഒരു സ്ട്രെസ്സ് ഒന്നും കിട്ടാണ്ട്, എവിടെ എത്താണ്ട്, ഒരു കോളേജും കിട്ടാണ്ട്, കൂടെയുള്ള ആൾക്കാരൊക്കെ കോളേജ് കയറി ഫുള്ള് സ്ട്രെസ് ഫീൽ ഇരിക്കുമ്പോഴായിരുന്നു ഞാൻ NLP ക്ലാസ്സിലേക്ക് വരുന്നത്. അപ്പോൾ ആ ക്ലാസ്സിൽ വന്നതൊരു പീസ്ഫുള്ളായി. ഇനിയുള്ള എന്താണെന്ന് വെച്ചാൽ മുന്നോട്ട് അത് പോവുക, അങ്ങനെ പിന്നെ പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായി. ഔട്ട്കം തെറാപ്പിയിലൂടെ നല്ല റിസൾട്ട് ഉണ്ടായി. അപ്പോൾ എക്സാം അതെല്ലാം കഴിഞ്ഞ് പിന്നെ എക്സാം റിസൾട്ട് വന്നതിന് ശേഷം ഉണ്ടായ ഒരു ഗ്രേറ്റ്ഫുൾനെസ്സിൻ്റെ പീക്ക് ലെവലിലായിരുന്നു. ഇപ്പം സ്ട്രെസ് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റി, കോൺസെൻട്രേഷൻ കിട്ടി, പീസ്ഫുൾ. എക്സാം പഠിക്കുന്ന ഇടയിൽ വേറെ കുറേ ചിന്തകളൊക്കെ വരിക, പിന്നെ പഠിക്കാൻ ഹെവി ആയി തോന്നുക, അതൊക്കെ പോയി കിട്ടി. ഇപ്പോൾ ഡ്രോയിങ്, ഇപ്പോൾ എൻ്റെ സബ്ജക്റ്റ് ഡ്രോയിങ് ഉണ്ട്. അപ്പോൾ ഡ്രോയിങ് ഒക്കെ മുന്നേ എനിക്ക് ഇരിക്കാൻ ഭയങ്കര മടിയായിരുന്നു. ഇപ്പം ഞാൻ തന്നെ അറിയാണ്ട് ഞാൻ തന്നെ ഇരുന്ന് പോകുന്നുണ്ട്, നല്ലോണം വരയ്ക്കാൻ പറ്റുന്നുണ്ട്, നല്ല റിസൾട്ട് ഉണ്ട്. എക്സാംസിൽ ഇപ്പോൾ നല്ല റിസൾട്ട്സ് ഉണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് അടിപൊളിയാണ്. പറഞ്ഞാൽ എൻ്റെ പാരൻസിൻ്റെ നിർബന്ധം കൊണ്ടാണ് ഞാൻ ഈ ക്ലാസ്സിന് വന്നത്. സത്യം ഞാൻ പറയണത്, ഇങ്ങനൊരു ക്ലാസ് ഇവിടെ ഉണ്ട് എന്നുള്ളത് സഹൽമോൻ്റെ ഫാമിലി ഇങ്ങോട്ട് വന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അവർ പറയുമ്പോഴൊക്കെ അതായത് നമ്മൾ മനസ്സിലാക്കുന്ന ഇതുപോലെയല്ല ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് നമ്മുടെ കരിയറിനെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു ക്ലാസ്സാണ്. അതുകൊണ്ട് എൻ്റെ ഇനീഷ്യേറ്റീവ് സാറ് പറഞ്ഞ മാതിരി കുറേ ആൾക്കാരെ കൊണ്ടുവരാൻ ശ്രമിക്കും. താങ്ക് യു സാർ. BTech സ്റ്റുഡൻ്റാണ്. ലൈഫിൽ നമുക്ക് എപ്പോഴും ഓരോ മാറ്റത്തിനും ഓരോന്നായിരിക്കും കാരണം, അല്ലെങ്കിൽ ഒരു മാറ്റത്തിന് ഒരു ടേണിംഗ് പോയിൻ്റ് ആയിട്ട് ഒരു ഇൻസിഡൻ്റ് ആവും. എൻ്റെ ലൈഫിലെ മാറ്റത്തിന് കാരണം മൊയ്നു സാറിൻ്റെ NLP കോഴ്സാണ്. ഈ NLP കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ചില ഫീലിംഗ് ഒന്നും നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല എന്ന് പറയില്ലേ, അതുപോലെയാണ് എനിക്ക് NLP. അത് നമുക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്തതായിരുന്നു എനിക്ക് NLP. പിന്നെ നമ്മൾ എപ്പോഴും എൻ്റെ ലൈഫിലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ചെറിയ കാര്യമായിട്ട് വലിയ കാര്യമായിട്ട്, അതിനിപ്പോൾ എക്സാം സിമ്പിളായതുപോലെ എങ്ങനെയായിരിക്കും ഇവാലുവേഷൻ എന്നുള്ള രീതിയിൽ വരെ ഞാൻ ടെൻഷൻ അടിച്ചിട്ടുണ്ട്. ആ ഒരു ടെൻഷൻ ഫ്രീ ആവാൻ കാരണം എനിക്ക് മൊയ്നു സാറിൻ്റെ NLP കോഴ്സാണ്. ലൈഫിൽ നമ്മളെപ്പോഴും ഓരോ സ്ട്രെസ്സ് അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യങ്ങൾക്കായാലും സ്ട്രെസ് ഉണ്ടാകും, ടെൻഷൻസ് ഉണ്ടാകും. എൻ്റെ ലൈഫിൽ അതുപോലെ സ്ട്രെസ്സിനും
ടെൻഷൻസിനും ഒക്കെ ഫ്രീ ആയിട്ട് എനിക്കൊരു ടെൻഷൻ ഫ്രീ ആകാൻ കാരണം മൊയ്നു സാറിൻ്റെ NLP കോഴ്സാണ്. ആദ്യമൊക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവും. ഇത് ടഫായിട്ട് വരുമോ അല്ലെങ്കിൽ സിമ്പിളാകുമോ, ഇനിയിപ്പോൾ സിമ്പിളായാൽ തന്നെ ഇവാലുവേഷൻ ടഫാകുമോ എന്നുള്ളൊരു ടെൻഷൻസ് ഉണ്ടായിരുന്നു. എക്സാം സിമ്പിളായാൽ ഇവാലുവേഷൻ ടൈറ്റ് ആകുമോ എന്നുള്ളതായിരുന്നു. ഇനിയിപ്പോൾ എക്സാം ടൈറ്റ് ആയാൽ ഞാൻ ഫെയിലാകുമോ എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരുപാട് ടെൻഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അതിന് ശേഷമാണ് എനിക്ക് ഇത്തിരി ഒന്ന് സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇനിയിപ്പോൾ ബാക്കി എന്ത് വന്നാലും ശരി, നമ്മുടെ ഹാഫ് നമ്മൾ ചെയ്തു, ബാക്കി ഹാഫ് ഈസ് ടു ഗോഡ് എന്നുള്ളൊരു തിയറിയിലോട്ട് ഞാൻ വന്നത്. ആ ഒരു ടെൻഷൻ ഫ്രീ കാരണം മൊയ്നു സാറിൻ്റെ NLP കോഴ്സാണ്. എനിക്കുണ്ടായ മാറ്റങ്ങൾ നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയുന്നു. നിങ്ങളും മൊയ്നു സാറിൻ്റെ NLP കോഴ്സിൻ്റെ ഒരു ഭാഗമാകട്ടെ. ഹായ്, എൻ്റെ പേര് അബ്ദുൽ ഹദി, കണ്ണൂരാണ് വീട്. കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ സ്കൂളിൽ നമുക്കിങ്ങനെ മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ക്ലാസ്സുകൾ വരാറുണ്ട്. അപ്പോൾ ആ സമയത്തും ഞാനിങ്ങനെ അവിടെ കയറിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയാറുണ്ട്. അവിടെ എന്താ പറയുക, അവിടുത്തെ എക്സ്പീരിയൻസാണ് പറയാറ്. പക്ഷെ അവിടെ പറയുമ്പോൾ വെച്ചാൽ ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല നമുക്ക്. ഒരു ക്ലാസ് കുറേ ഗെയിംസ് ഉണ്ടാവും, അതുപോലെ തന്നെ കുറേ വാക്കുകൾ, അങ്ങനെ ഒച്ചപ്പാട്. നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ ആ ഒച്ചപ്പാടും ഗെയിംസിനെ കുറിച്ചിട്ടാണ് അധിക കുട്ടികളും സംസാരിക്കാറ്. പക്ഷേ ഇത് ടോട്ടലി ഫീലിങ്സാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ എനിക്ക് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് എന്താണ് ഗെയിൻ ചെയ്യുന്നത് വെച്ചാൽ NLP തെറാപ്പീസ് എത്രത്തോളം നമ്മൾ നീട്ടി ചെയ്യുന്നുവോ, എത്രത്തോളം നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുവോ, അത്രത്തോളം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉയരാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് ഈ തെറാപ്പിയിലൂടെ ഗെയിൻ ചെയ്യാൻ മനസ്സിലായത്. ബാക്കിയുള്ളതൊക്കെ എക്സാം ടൈമിന് എക്സാം ഫിയർ മാറും. ആ എക്സാം ഫിയർ മാറുന്ന സമയത്തായിരിക്കും. ഞാൻ മുമ്പ് NLP തെറാപ്പീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ കെമിസ്ട്രിയാണ് ലാസ്റ്റ് ചെയ്ത ഒരു തെറാപ്പി. കെമിസ്ട്രി എക്സാം 10ാം ക്ലാസ് കെമിസ്ട്രി എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് വരെ ഭയങ്കര ഒരു കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എഴുതി തുടങ്ങുമ്പോഴത്തേക്കാണ് തിരിയുന്നത്. ക്വസ്റ്റ്യനൊക്കെ ഞാൻ പഠിച്ചത്, ക്വസ്റ്റ്യനൊക്കെ ഞാൻ കണ്ടത്, ക്വസ്റ്റ്യൻ ഫുൾ എഴുതിയിരുന്നു. ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്തു, സാറിനോട് ഷെയർ ചെയ്തു, എല്ലാവരോടും ഷെയർ ചെയ്തു. എൻ്റെ റിസൾട്ട് വരാൻ പോകുന്നുണ്ട്. എന്തായാലും കെമിസ്ട്രിക്ക് എന്തായാലും A+ ഉണ്ടാവും. മാത്സിനാണ് കുറച്ചൊരു വീക്ക് ഉണ്ടായിരുന്നത്. എന്തായാലും ഒരു 8A+ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കിട്ടട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സാർ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒന്നുകൂടി ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം നല്ല ക്ലാസ് ആയിരുന്നു, ഭയങ്കര രസമുണ്ടായിരുന്നു, പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ക്ലാസ്സിൽ ഇങ്ങനെ ഞാനിതിന് തെറാപ്പി ഒന്നും ചെയ്തിട്ടില്ല, ഭയങ്കര ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ സാറുടെ അടുത്ത് എനിക്ക് താങ്ക് യു പറയണം. കാരണം സാർ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു പാഷൻ കണ്ടുപിടിച്ചിട്ട് വേണം ചെയ്യണം. താങ്ക് യു സർ. സക്സസ് വാല്യൂയുടെ ഈ സ്റ്റുഡൻസ് NLP പ്രോഗ്രാം എന്നിലുണ്ടാക്കിയ മാറ്റം ചെറുതൊന്നുമല്ല, വളരെ വലിയ മാറ്റങ്ങളാണ് എന്നിലുണ്ടാക്കിയത്. മൊയ്നു സാറിൻ്റെ ക്ലാസ് വളരെയധികം എന്നിൽ മാറ്റങ്ങളുണ്ടാക്കി. വളരെ ആദർശികമായാണ് ഞാൻ ഈ ക്ലാസ്സിൽ പങ്കെടുത്തത്. വളരെ അധികം എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു ക്ലാസ്സായിരുന്നു ഇത്. എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ തീരെ കോൺഫിഡൻ്റ് അല്ലായിരുന്നു. എന്ത് പരിപാടിക്ക് പോകുമായിരുന്നെങ്കിൽ ഞാൻ ഭയങ്കര എല്ലാത്തിനും പിന്നോട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു. പിന്നോട്ട് നിന്നാൽ ഒന്നിലും പങ്കെടുക്കാതെ എല്ലാത്തിനും മാറി നിൽക്കുന്ന ഒരാളായിരുന്നു. അപ്പം NLP ക്ലാസ്സിൽ ചേർന്നതിന് ശേഷം എനിക്ക് വളരെ കോൺഫിഡൻ്റ് ആവാൻ കഴിഞ്ഞു. എനിക്ക് അതേപോലെ തന്നെ എനിക്ക് വളരെയധികം സ്ട്രെസ് അനുഭവപ്പെട്ടിരുന്നു. കാരണം പഠനത്തിൽ തന്നെ കുറേ നേരമൊന്നും ഇരുന്ന് പഠിക്കാനൊന്നും കഴിയില്ലായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കാനും അതേപോലെ സ്ട്രെസ് റിലീഫ് ചെയ്ത് നല്ല രീതിയിൽ പഠിക്കാൻ കഴിഞ്ഞു. പിന്നെ എന്ന് പറഞ്ഞാൽ NLP ക്ലാസ്സിൽ ഞാൻ പങ്കെടുത്തതിന് ശേഷം ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. കാരണം അത് പറഞ്ഞ തെറാപ്പികളൊക്കെ ചെയ്തതിന് ശേഷം മൈൻഡ് വളരെയധികം ഫ്രീ ആയി. ആ ഫ്രീ ആയ കാരണം ഞാൻ വളരെയധികം ഹാപ്പി ആയിരുന്നു. അപ്പോൾ എനിക്ക് എൻജോയ് ചെയ്ത് പഠിക്കാൻ കഴിഞ്ഞു. പിന്നെ NLP ക്ലാസ്സിൽ അതേപോലെ തന്നെ കുറേ ട്രിക്സ് പഠിപ്പിച്ചു തന്നു. എങ്ങനെയാണ് മെമ്മറൈസ് ചെയ്യേണ്ടത്, ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, മെമ്മറൈസ് ചെയ്യേണ്ടത്, അതൊക്കെ അവർ പഠിപ്പിച്ചു തന്നു.
അപ്പോൾ അത് ഉപയോഗിച്ച് എനിക്ക് പഠനത്തിൽ മുന്നേറാനും കഴിഞ്ഞു. മെമ്മറി ടെക്നിക്ക്, അതേപോലെ തന്നെ ഒരാൾ എങ്ങനെയാണ് പഠിക്കേണ്ട രീതി, എവിടെയൊക്കെയാണ് അവർക്ക് വീഴ്ചകൾ വരിക, എങ്ങനെയാണ് സ്വന്തം മിസ്റ്റേക്ക് കണ്ടെത്തുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇതെനിക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ക്ലാസ് തന്നെ ആയിരുന്നു. വളരെയധികം കോൺഫിഡൻ്റായി. അതേപോലെ തന്നെ ഇതിൽ കുറേ കോൺഫിഡൻറ്റ് തെറാപ്പി, അതേപോലെ തന്നെ കോൺസെൻട്രേഷൻ തെറാപ്പി, അങ്ങനെ കുറേ അധികം തെറാപ്പികളുണ്ട്. അപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ ഇതിൽ എനിക്കുണ്ടായ മാറ്റങ്ങൾ പറഞ്ഞാൽ എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തി. അത്രയും വലിയ മാറ്റങ്ങളാണ് എന്നിലുണ്ടായത്. അതെന്ന് പറഞ്ഞാൽ എനിക്ക് വേൾഡ് ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിലേക്ക് സെലക്ഷൻ കിട്ടി. അതെന്നെ ശരിക്കും പറഞ്ഞാൽ എന്നെ എനിക്ക് പറയാൻ വാക്കുകളിൽ അത്രയും എന്നെ മാറ്റിമറിച്ചു. അപ്പോൾ അതിന് കാരണം ഒന്നാമത് മൊയ്നു സാറിൻ്റെ നല്ല ക്ലാസ്സും കോൺസെൻട്രേഷൻ തെറാപ്പികളും അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ കളിക്കുന്നതിന് മുന്നേ എന്ന് പറഞ്ഞാൽ ഈ കോൺസെൻട്രേഷൻ തെറാപ്പികൾ ചെയ്തിട്ടാണ് ഞാൻ കളിക്കാൻ പോയിരുന്നത്. അപ്പോൾ അത്രയും കോൺസെൻട്രേറ്റഡ് ആയിട്ട് എനിക്ക് അതിൽ കളിക്കാൻ പറ്റി. അതൊക്കെ ഈ ക്ലാസ് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഞാൻ ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി റെക്കമെൻഡ് ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും ഇതിൽ പങ്കെടുക്കണം. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ക്ലാസ്സാണ്. ഞാൻ ഈ മൊയ്നു സാറിൻ്റെ സ്റ്റുഡൻസ് NLP പങ്കെടുത്തപ്പോൾ ഞാൻ +2-നാണ് പഠിച്ചിരുന്നത്. അന്നത്തെ +2 പഠിക്കുന്ന ആ ടൈമിൽ നല്ല ടെൻഷനും, ഈ +2 എന്ന് പറയുന്നത് ഒരു ഡിഗ്രിക്കൊക്കെ പോകുമ്പോൾ തന്നെ ഏറ്റവും മെയിനായിട്ട് നോക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ കുറേ പറയുമ്പോഴൊക്കെ ഭയങ്കര ടെൻഷന്, ഭയങ്കര സ്ട്രെസ്സൊക്കെ ആയിരുന്നു ഈ പഠിക്കുന്ന ടൈമിലുണ്ടായിന്. അത് മാത്രമല്ല ഈ ടീച്ചേഴ്സൊക്കെ പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ്റെ മുഖത്ത് ഈ എക്സാം എഴുതുമ്പോഴൊക്കെ നന്നായി കണ്ടിരുന്നു എന്ന് എല്ലാവരും പറയുന്ന ഒരു സംഭവമായിരുന്നു. പിന്നെ ഈ സ്റ്റുഡൻസ് NLP പങ്കെടുത്തതിന് ശേഷം ഒരു നല്ലൊരു ഒരു ഫീലാണ് നമുക്ക്. ആദ്യം തന്നെ അവിടെ പോയപ്പോൾ എനിക്ക് ഇത്ര ഇതൊന്നും അറിയില്ലായിരുന്നു. ഈ NLP, ഈ തെറാപ്പി, ഇതൊന്നും എനിക്ക് അങ്ങനെ അറിയൊന്നുമില്ലായിരുന്നു. പിന്നെ അവിടെ ചെന്നപ്പോഴും എനിക്ക് വലിയ കോൺഫിഡൻസും തീരില്ലായിരുന്നു. പിന്നെ അത് പങ്കെടുത്തതിന് ശേഷം എനിക്ക് ഫസ്റ്റ് തന്നെ നല്ലൊരു ഫീല്, നല്ലൊരു ഹാപ്പിനെസ് എന്ന ഉള്ളിൽ എനിക്ക് തന്നെ ഫീൽ ചെയ്തു തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്ട്രെസ്സ്, ടെൻഷൻ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഓരോരോ തെറാപ്പികളൊക്കെ സാറ് ചെയ്തു തന്നു. അതിനുശേഷം ഇപ്പോൾ എക്സാം എഴുതുമ്പോഴും ഇതാക്കുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിൽ തന്നെ നല്ലൊരു പഠിക്കുമ്പോൾ തന്നെ നല്ല അതിനോടൊരു ഇഷ്ടവും, പിന്നെ ടെൻഷനും ഇല്ലാതെ എത്ര വേണമെങ്കിലും നമുക്ക് കൂളായിരുന്ന് പഠിക്കാനുള്ളൊരു അതന്നെ ഒരു സ്ട്രെങ്ത്താണ് അത് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ ഇപ്പോൾ ടെൻഷനൊന്നും തീരല്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും എത്ര കുറേ ഉണ്ടെങ്കിലും അത് പഠിച്ച് തീർക്കാമെന്നുള്ളൊരു കോൺഫിഡൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ ഈ ടെൻഷനൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ അപ്പം തന്നെ നമുക്ക് നമ്മുടെ മനസ്സിന് ഒരു തെറാപ്പി കൊടുത്ത് അത് നല്ല ടെൻഷൻ ഫ്രീ ആക്കി എടുക്കുക. പിന്നെ എക്സാം എഴുതുമ്പോൾ നമുക്ക് കൂളായിട്ട് പഠിച്ചതൊക്കെ അതുപോലെ തന്നെ എഴുതാൻ പറ്റും. അതുമാത്രമല്ല നമുക്ക് പഠിക്കുമ്പോഴും നമുക്ക് ആ ഒരു ചിന്ത മാത്രം അതിലേക്ക് വരുത്തി എത്ര നേരം വേണമെങ്കിലും ഒരു ടെൻഷനോ ഒരു സ്ട്രെസ്സോ ഒന്നുമില്ലാതെ എത്ര ഇതിലും ആ എനർജിയോട് കൂടി, ആദ്യമുള്ള എനർജിയോട് കൂടി തന്നെ ഇപ്പോഴും ഇരുന്ന് പഠിക്കാൻ പറ്റും. പിന്നെ ഇത് എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും നമുക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. അതുപോലെ നമ്മളിതിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആ തെറാപ്പി ഇങ്ങനെ കൊണ്ടുവന്ന് ആ എനർജി എപ്പോഴും കീപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ കോൺഫിഡൻസ് നമുക്ക് ഇതിൽ നിന്ന് നന്നായി കിട്ടും. അതേപോലെ ടെൻഷനും സ്ട്രെസ്സും നമുക്ക് നന്നായിട്ട് ഒഴിവാക്കാം. ഈ കോഴ്സ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. നല്ലൊരു കോഴ്സാണ്. അത് മാത്രമല്ല ഏത് കുട്ടികൾക്കും ഇനിയിപ്പോൾ ലോവറാണ് എന്ന് തോന്നുന്ന ഇൻഫീരിയറായി തോന്നുന്ന കുട്ടികൾക്കും ഈ തെറാപ്പിയും ഈ NLP സ്റ്റുഡൻസ് NLPയിലൂടെ പങ്കെടുത്തിട്ട് നമുക്ക് അവരുടെ ആ ചിന്താഗതി തന്നെ മാറ്റി ഏറ്റവും ബ്രൈറ്റായിട്ടുള്ള സ്റ്റുഡൻ്റാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഈ കോഴ്സിന് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു. എല്ലാവരും ഇത് പോകണം, ഇതിൽ പങ്കെടുക്കണം. ഈ സ്റ്റുഡൻസ് NLP എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഒരു മാറ്റം വരുത്തും, തീർച്ചയാണ്. മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് NLPയിൽ. ഇത് ഇന്നാണ് കൂടുതലും ഇത് ചെയ്തതിൻ്റെ ഒരു ഇത് തോന്നുക. എന്താ പറയുക, നോ വേർഡ്സ് ടു എക്സ്പ്ലെയിൻ ഇറ്റ്. വാക്കുകൾക്കപ്പുറമാണ്. Such an experience beyond words even. Yeah, no words to explain. Okay.
Okay, next. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് സക്സസ് വാലിയുടെ സ്റ്റുഡൻസ് NLP പ്രോഗ്രാമിന് പങ്കെടുത്തത്. അന്നത്തെ കാലത്ത് തന്നെ ഞാൻ ഈ NLPക്ക് പങ്കെടുത്തതിന് ശേഷം തന്നെ എന്നോട് ഒരുപാട് പേര് ഇതിനെപ്പറ്റി എന്താണ് മാറ്റം വന്നതെന്ന് ചോദിച്ചിരുന്നു. മാത്രമല്ല സ്റ്റുഡൻസ് NLPക്ക് പങ്കെടുത്തതിന് ശേഷം എനിക്ക് ഒരുപാട് കോൺഫിഡൻസും, ഞാനൊരു പ്രാസംഗികനാണ്, സ്കൂളിൽ ഞാൻ പ്രസംഗ മത്സരത്തിനൊക്കെ പങ്കെടുക്കാറുണ്ട്. അതിനാൽ എനിക്ക് അതിൽ ചില പ്രോബ്ലംസൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല അതിനുണ്ടായിരുന്ന കോൺഫിഡൻസിൻ്റെ വ്യത്യാസം സ്റ്റേജ് ഫ്രൈറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ NLP സ്റ്റുഡൻസ് NLP കോഴ്സിന് പങ്കെടുത്തതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങളാണ് ഉണ്ടായിരുന്നത്. പഠന വിഷയങ്ങൾക്കും എനിക്ക് ഒരുപാട് കോൺഫിഡൻസും, മാത്രമല്ല പഠിക്കുന്നതിലും മാർക്കിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിരുന്നു. മറ്റു പറയാവുന്നത് അധികം മാറ്റങ്ങളാണ് എനിക്ക് വന്നിരുന്നത് സ്റ്റുഡൻസ് NLP കോഴ്സിന് പങ്കെടുത്തതിന് ശേഷം. ഞാൻ ഒരുപാട് തരം മോട്ടിവേഷൻ ക്ലാസ്സിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ആ സമയത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങളല്ലാതെ, ആ ക്ലാസ്സിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങളല്ലാതെ അതിന് ശേഷം പിന്നീട് എനിക്ക് എൻ്റെ സ്വഭാവത്തിലോ ജീവിതത്തിലോ വലിയ വ്യത്യാസം വരുന്നതായി ഞാൻ കണ്ടിട്ടില്ല. ഒരു സാധാരണ ക്ലാസ്സിന് പങ്കെടുത്ത ഒരു ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സ്റ്റുഡൻസ് NLP കോഴ്സ് അങ്ങനെയല്ലായിരുന്നു. നമുക്ക് പറയാവുന്നത് അധികം വ്യത്യാസമുള്ള ഈ സാധാ ഒരു തിയറി ക്ലാസ്സിന് പുറമെ അതിലുണ്ടാകുന്ന തെറാപ്പിയും, മൊയ്നു സർ നൽകുന്ന തെറാപ്പിയും, അതിലുള്ള ആങ്കറിങ് തെറാപ്പിയും മറ്റുള്ള തരത്തിലുള്ള തെറാപ്പിയും, അതാണ് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം വ്യത്യാസം വരുത്തുന്നത്. ഒരു സാധാരണ ഒരു തരം മെഡിറ്റേഷന് പുറമെ മെഡിറ്റേഷന് നമ്മൾ ജീവിതത്തിൽ വർക്ക് ചെയ്യാൻ 2-3 വർഷങ്ങൾ മിനിമം എടുക്കുമ്പോൾ തെറാപ്പി ആ സമയം നമ്മൾ ചെയ്യുന്ന സമയം തന്നെ നമുക്ക് എഫക്റ്റ് കിട്ടുന്നതെന്നാണ് എനിക്ക് ഉണ്ടായൊരു അനുഭവം. എനിക്ക് കുറേ സ്റ്റേജ് ഫിയർ ഉണ്ട്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ കോൺഫിഡൻസ് ഉണ്ടാവട്ടെ, ആങ്കറിങ് ചെയ്തോടുകൂടെ ഷുവർ അല്ലാത്തതിന് ഞാൻ ഫസ്റ്റ് പോയില്ല. ബട്ട് എന്തായാലും ഇനി പോവും, ഫസ്റ്റ് കയറി പോവും എന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ ഫീലിങ്സ് ഒന്നും പറയാൻ പറ്റില്ല, അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും. ഐ തിങ്ക് ഓൾമോസ്റ്റ് എവ്രി വൺ എക്സ്പീരിയൻസ്ഡ് ദാറ്റ് ഫീലിംഗ്. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, ബിയോണ്ട് വേർഡ്സ് ആണ്. പിന്നെ എനിക്ക് ആവേണ്ടത് ഒരു IAS ഓഫീസറാണ്, ഇരുന്നല്ല ആണ്. ആ ഫീലിംഗ് 50-50 കൂടെ ഉണ്ടായില്ല ഓൾമോസ്റ്റ്. IAS ഓഫീസർ എനിക്ക് ഇഷ്ടമായിരുന്നു. But ഇപ്പോൾ I am sure I will, I can and I will do anything to achieve that goal. I'm sure. Thank you. ഞാൻ മൊയ്നു സാറിൻ്റെ ഒരു NLP കോഴ്സിൽ ഞാൻ ചേർന്നത്. അപ്പോൾ എനിക്ക് വളരെ നല്ല അനുഭവം ഇന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ ഭയങ്കര ഇൻസ്പിറേഷനാണ്. എന്താ ഈ സംഭവം, ഒന്നും അറിയില്ല, ഇതുവരെ കേട്ടിട്ടില്ലാത്ത സംഭവമാണ്. അപ്പം ഫസ്റ്റ് ടൈം ഇത് കേൾക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കി. അപ്പോൾ ട്രൈ ചെയ്തപ്പോൾ വളരെ നല്ല മാറ്റമാണ്. 8th സ്റ്റാൻഡേർഡ് തൊട്ട് എക്സാമിൽ ഭയങ്കര പേടിയും, നല്ല എന്താ പറയുക, എക്സാം എഴുതാൻ ഭയങ്കര പേടിയും, ഒന്നും കിട്ടാറില്ല. പിന്നെ 9th സ്റ്റാൻഡേർഡിൽ എത്തിയപ്പോൾ നല്ല മാർക്കിൽ ഇമ്പ്രൂവ്മെൻറ്റും നല്ല ഇൻസ്പിറേഷനാണ് കിട്ടിയത്. പഠനത്തിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടി. പിന്നെ ഹാപ്പി ആവാനുള്ള, കോൺഫിഡൻസ് കിട്ടാനുള്ള കുറേ NLP ടെക്നിക്ക് പറഞ്ഞു തന്നു. അതൊക്കെ യൂസ് ചെയ്ത് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഉണ്ടായത്. നല്ല മാർക്ക് കിട്ടി. ഇപ്പം നല്ല ഹാപ്പിയാണ്. ഇപ്പോൾ എക്സാം എഴുതുമ്പം നല്ല ഇൻസ്പിറേഷനാണ്, നല്ല കോൺഫിഡൻറ്റോടു കൂടി എഴുതാൻ പറ്റും. എക്സാമിൻ്റെ മാർക്ക് കിട്ടുമ്പോഴും അതേപോലെ നല്ല ഹാപ്പിയാണ്. ആദ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, മാർക്ക് കുറയോ ഇല്ലെന്ന്. ഇപ്പം അതൊന്നുമില്ല, പേടിയൊന്നുമില്ല. മൊയ്നു സാറിൻ്റെ NLP കോഴ്സ് ഞാൻ എല്ലാവരോടും റെക്കമെൻഡ് ചെയ്യുന്നു. പോകാൻ നല്ല എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. ഇത് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് കോൺഫിഡൻസും നല്ല എനർജറ്റിക്കോട് കൂടി എക്സാം എഴുതാൻ നല്ല ഹെൽപ്പ് ചെയ്യും. ഇതിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് സത്യം പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, നമ്മൾ അനുഭവിച്ചറിയേണ്ട ഒന്നായിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു. തെറാപ്പി നമ്മൾ ജീവിതത്തിൽ പകർത്തി നമുക്ക് ഉറപ്പായിട്ടും സക്സസ് ആകാൻ പറ്റും. താങ്ക് യു സർ. ഞാൻ ഈ മൊയ്നു സാറിൻ്റെ ക്ലാസ്സിന് ഫസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ വന്നത് ഞാൻ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ്. ഞാൻ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഒരു എക്സാം ഞാൻ പോലില്ല. എന്താ പറയുക, പ്രത്യേകിച്ച് ഹിന്ദി എക്സാം. മറ്റേ എക്സാംസൊക്കെ വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഹിന്ദി എന്ന് പറഞ്ഞാൽ അന്നത്തെ എൻ്റെ ഒരു ഹൊറർ ഡ്രീമായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എനിക്കത് അറിയാം. എനിക്ക് വീട്ടിൽ നിന്ന് ചോദിക്കുമ്പോഴൊക്കെ എനിക്ക് അറിയും, പഠിക്കാനൊക്കെ ഞാൻ ഇരിക്കും. പക്ഷേ എക്സാം വന്ന അന്ന് എനിക്ക് വയറുവേദനയോ പനിയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട്, എന്തെങ്കിലും ഒരു മെഡിക്കൽ ഇഷ്യൂ ആയിട്ട് ഞാൻ മനഃപൂർവ്വമല്ല, പക്ഷെ അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയിപ്പോയിട്ട് അന്നത്തെ എക്സാമിന് ഞാൻ ആബ്സെൻ്റ് ആവും.
പക്ഷേ ഈ ക്ലാസ്സിന് വന്നിട്ട് പിറ്റേ ഒരു വിത്തിൻ 2-3 days ഞങ്ങൾക്ക് എക്സാം ആയിരുന്നു. എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ ക്ലാസ്സിന് പോയപ്പോൾ ഞാൻ വിചാരിച്ച് ഈ എക്സാമിന് പോണോ, പോയില്ലെങ്കിലും പോയാലും ഇപ്പം എന്താ, ജസ്റ്റ് അത് എഴുതിയാൽ പോരെ. എന്നിട്ട് ഞാൻ അങ്ങനെ പോയി എഴുതി, ജസ്റ്റ് കൂളായിട്ട് ഇരുന്ന് എഴുതി. എന്നിട്ട് അത് ചിലപ്പോൾ 3-4 വർഷത്തിൽ ഞാൻ ആദ്യമായിട്ട് എഴുതുന്ന ഹിന്ദി എക്സാം ആവും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് റിസൾട്ടൊക്കെ വന്നപ്പോൾ ഞാൻ തന്നെ അതിശയിപ്പോയി. 20 മാർക്കിൽ നിന്ന് ഫുൾ മാർക്ക്, അതിൽ 20/20 എനിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ മാമിനെ അത്ഭുതപ്പെട്ടു, എന്താ ഷെഹ്മിയെ പറ്റിയേ, നിനക്ക് എന്താ പറ്റിയെന്നൊക്കെ. എനിക്ക് കുറേ ചോക്ലേറ്റ്സ് ഒക്കെ ഒന്ന് മാമ തന്നു. എന്താ പറയുക, അന്ന് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ അതേപോലെ അന്ന് ഓൾ ഇന്ത്യ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ ഉണ്ടായിരുന്നു. അതിലെനിക്ക് ഗോൾഡ് മെഡൽ കിട്ടി. അതൊന്നും സത്യം പറഞ്ഞാൽ ഞാൻ പ്രിപ്പയർ പോലും ചെയ്യാതെ പോയിട്ട് അറ്റൻഡ് ചെയ്ത എക്സാംസ് ആയിരുന്നു. അതിനൊക്കെ എനിക്ക് വിജയം കണ്ടെത്താൻ പറ്റി. അതൊക്കെ എന്താ പറയുക, ഞാൻ പോലും അറിയാതെ സാറ് എൻ്റെ ഉള്ളിലിട്ട ഒരു ആത്മധൈര്യം തന്നെയാണെന്ന് പറയാം. അത് എന്താ പറയുക, ഞാൻ എന്നിലൂടെ എന്താ പറയുക, സാറ് ഞാൻ പോലും അറിയാതെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നീക്കിക്കൊണ്ടിരുന്നിരുന്നു. പക്ഷെ ഐ വാസ് നോട്ട് അവെയർ ഓഫ് ഇറ്റ്. അവിടെ പോയപ്പോൾ എന്താ പറയുക, എന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റും, ഇതൊക്കെ എന്നെക്കൊണ്ട് പറ്റാവുന്നതേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നി തുടങ്ങി. പിന്നെ പണ്ടൊക്കെ പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഐ വാസ് എ വിഡ്രോവൽ കിഡ്. അത് പറഞ്ഞാൽ ഓരോന്നിനും അധികം മുന്നോട്ടിറങ്ങാൻ ഞാൻ ചെയ്താൽ ശരിയാവുമോ, വേണ്ട ഞാൻ ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്മാറും. പക്ഷെ ഇത് കഴിഞ്ഞപ്പോൾ ഞാനെന്താ ചെയ്തോ കുഴപ്പം, എന്നെ കൊണ്ടും പറ്റപ്പോൾ ഇത് ചെയ്താലും ഇപ്പം ജയിച്ചാലും ഇല്ലെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ് നല്ലത് എന്ന നിലയിൽ ഞാൻ പോയി ചെയ്യും. അത് എല്ലാത്തിനും സ്പീച്ചിലാണെങ്കിലും എന്താ പറയുക, എക്സാംസ് ആണെങ്കിലും ഒക്കെ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എക്സാമിന് പഠിച്ചില്ലെങ്കിൽ പോലും ഞാൻ പോയി അറ്റൻഡ് ചെയ്യും. ഒരു കുട്ടികളൊക്കെ പറയും നിനക്ക് എന്തോ ടെൻഷനകത്ത്, ഞാൻ പറയും എന്തിനാ അപ്പോൾ ടെൻഷൻ അടിച്ചിട്ട് ഇപ്പോൾ എന്താ കാര്യം, പഠിച്ചാലും പഠിച്ചില്ലെങ്കിൽ എക്സാം എഴുതണം, റിസൾട്ട് എന്താണെങ്കിലും വരും. അതെന്താണെങ്കിലും നമ്മൾ എന്താ പറയുക അനുഭവിക്കുന്ന വേണ്ടി വരും. ഈ NLPയിൽ പോയതിന് ശേഷം ആക്ച്വലി പറഞ്ഞാൽ എനിക്കൊരു ഫാമിലി കിട്ടിയ പോലെയാണ്. അതിലത്തെ ഓരോ മെമ്പേഴ്സും ശരിക്കും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം എന്ത് കാര്യം വന്നാൽ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാനോ നമ്മളെന്താ പറയുക ഭയങ്കര ഇൻക്ലൂഷനാണ് അവർക്ക്. അതായത് ഒരാളെ വേർതിരിച്ച് നിന്നിട്ട് ഇതാക്കണമെന്നും ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. കാരണം ഒരാൾ പറ്റൂല എന്ന് പറഞ്ഞാൽ താഴെ പോകണ അനുസരിച്ച് ആ ആളെ എത്രത്തോളം ഉയരത്തിൽ എത്തിക്കുക എന്നുള്ളത് സാറ് നോക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മൊയ്നു സാർ ആ ക്ലാസ്സിലെ ഓരോ വ്യക്തിനെ പോലും സാറ് കൺസിഡർ ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരാളെ കൺസിഡർ ചെയ്യുമ്പോൾ മറ്റേ ആൾ സാർ ഒരിക്കലും എക്സ്ക്ലൂഡ് ചെയ്യുന്നില്ല. ലൈക്ക് ഐ വാസ് റിയലി സർപ്രൈസ്ഡ് അബൌട്ട് ദാറ്റ്. ഞാൻ ഈ നിലയിൽ ഇപ്പോൾ നിൽക്കണപ്പോൾ ഞാനൊരു കോച്ചിങ് സെൻറ്ററിലാണ് പഠിക്കുന്നത്. അവിടെ ആക്ച്വലി എക്സാം എഴുതിയിട്ടാണ് സെലക്ഷൻ ഉള്ളത്. അതൊക്കെ ഞാൻ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ പോയി എഴുതിയതാണ്. ഇപ്പോൾ ഉമ്മനെ ചോദിക്കും നിനക്ക് എന്താ, സാധാരണ കുട്ടികൾക്കൊക്കെ എക്സാമിന് വന്നാൽ ടെൻഷൻ ഉണ്ടാവുമല്ലോ, പേടി, നിനക്ക് മാത്രം എന്താ പേടിയില്ലാത്തതെന്ന്. ഞാൻ പറയാം പേടിച്ചിട്ടൊരു കാര്യമില്ല. കാരണം ഞാൻ എത്രത്തോളം പഠിച്ചതും പഠിച്ചിട്ടില്ല എന്നും നമുക്കൊരു ബോധം ഉണ്ടാവുമല്ലോ. പക്ഷെ എന്നാലും ഇപ്പോൾ പഠിച്ചിട്ടില്ലെങ്കിലും എനിക്കെന്തോ കോൺഫിഡൻസ് ഉണ്ട്. അത് ടെൻഷൻ അടിച്ചിട്ടുള്ളതും കൂടി പോവേ ഉള്ളൂ. എനിക്കറിയാവുന്നത് വെച്ചിട്ട് പോയി എക്സാം എഴുതുക. അപ്പം ആ ഒരു മെൻറ്റാലിറ്റി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ 5th പഠിക്കുമ്പോൾ ഹിന്ദി എക്സാമിൻ്റെ റിസൾട്ട് വന്ന സമയത്ത് എനിക്ക് പറഞ്ഞ കുറേ ചോക്ലേറ്റ്സ് ഒക്കെ എൻ്റെ ടീച്ചർ തന്നു. അന്ന് ഞങ്ങൾ ഹിന്ദി മാം ഹുസ്ന ബാനു മാം എന്ന പേര്. ആ മാം ഷി ആസ്ക്ഡ് മീ വാട്ട് ഹാപ്പൻഡ്. ഓക്കെ എന്നാൽ എൻ്റെ ഉമ്മാനെ ഒരു ദിവസം സ്കൂളിൽ വന്നപ്പോൾ മാം ചോദിച്ചു, അപ്പോൾ മോൾക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടല്ലോ ഹിന്ദിയിൽ. അപ്പോൾ മാം ചിലപ്പോൾ ഒരു ക്ലാസ്സൊക്കെ എന്തെങ്കിലും ഇടയ്ക്ക് എവിടെ പോകണമെങ്കിൽ മാം എന്നോട് പറയും, ഷെഹ്മി ഇതൊന്ന് ജസ്റ്റ് നീ ഒന്ന് ക്ലാസ്സിൽ വായിച്ചു കൊടുക്കുമോ, അത് ഹിന്ദിയിലാണ്. മറ്റേത് പറയുമ്പോൾ മാം ഞാനോ എന്ന് പറഞ്ഞ് പിന്നോട്ട് പറയും. ഞാൻ ഓക്കെ മാം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങി. അപ്പോൾ മാം എന്നിട്ട് എൻ്റെ ഉമ്മാനോട് പറഞ്ഞ് എന്താ പറ്റിയ മോക്ക് ഇങ്ങനെ. അപ്പോൾ ഉമ്മ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നൊക്കെ. അതേപോലെ ആ മാം ഞങ്ങളുടെ പ്രിൻസിപ്പൾ അടക്കം ഉമ്മാനോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് ഇവളുടെ ഈ മാറ്റത്തിന് കാരണം അത്രത്തോളം മാറ്റം എന്നിൽ അവർ പോലും കണ്ടിട്ടായിരിക്കാം അത് ചോദിച്ചിട്ടുള്ളത്. 6th പഠിക്കുമ്പോൾ തന്നെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സിന് ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്, നീ ഒന്ന് ഇതിന് പോയി നോക്ക്. അല്ലെങ്കിൽ സാറിൻ്റെ ഒരുപാട് പുസ്തകമുണ്ട്, സക്സസ് വേൾഡ് ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അതിലത്തെ കുറേ ബുക്സ് ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ചില കുട്ടികൾക്ക് ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ അത് വായിച്ചിട്ട് നല്ല റിസൾട്ടാണ് അവരും പറഞ്ഞത്. ജസ്റ്റ് ബുക്ക് വായിച്ചിട്ട് പോലും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് കഴിയുന്നതും ഞാൻ എൻ്റെ മിക്ക ഫ്രണ്ട്സിനോടും അത്രയും ക്ലോസ് ആയ ഫ്രണ്ട്സിനോട് എല്ലാവരോടും ഇത് പോകണം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട്സിനോട്. ഇഫ് യു ആർ റിയലി വില്ലിങ് ടു ബി സക്സസ്ഫുൾ ഇൻ യുവർ സ്റ്റഡീസ്, you have to attend
the class if you really wish to. ഹായ്, എൻ്റെ പേര് സഹലാണ്. ഞാൻ ആദ്യം ബേസിക്കലി ഇരുന്നപ്പോൾ എനിക്ക് സ്റ്റഡീസ് കുറച്ച് ഈസിയായി. പക്ഷേ ആ ഹിന്ദി പഠിക്കുമ്പോൾ സ്ട്രെസ് വരുന്നുണ്ട്. ഏറ്റവും വലിയ സ്ട്രെസ് പറയുന്നത് ഹിന്ദിയായിരുന്നു. അതിപ്പോൾ എനിക്ക് തെറാപ്പി എനിക്ക് തോന്നുന്നത് ഐ get an A+ for Hindi in the next exam. That's the biggest gain I just got from this students class. I'm very happy that I got it. എൻ്റെ ഹിന്ദി എങ്ങനെ പഠിക്കാൻ ഞാൻ എപ്പോഴും അറിയില്ല. എങ്ങനെ പഠിക്കുമെന്ന് എനിക്ക് മാർക്ക് കിട്ടുമെന്നല്ല, എങ്ങനെ പഠിക്കുക, പഠിച്ചിട്ടാണ് മാർക്ക് കിട്ടുന്നത്. അപ്പോൾ എങ്ങനെ പഠിക്കാമെന്നപ്പോൾ മനസ്സിലായി. Only thing left is to wait for the exam. I think I'm already prepared for the next exam. That's the biggest gain I just got from this class. I was speechless after the course. I had a lot of improvements like studies, etc. It's a good course for children, especially those who are weak in studies, because it helps you to improve your studies. Because actually, whenever you improve your actually everybody tells you to study, but when you go through this course, nobody will tell you to study. You will study by yourself. There won't be a need of telling you to study. ഞാൻ ഡോക്ടർ ഫഹ്മി ലിയാഖത്ത്. ഞാൻ ഡെൻ്റൽ സർജനാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് മലപ്പുറം തിരൂർക്കാട് യഹ്മി പോളിക്ലിനിക് ആൻഡ് ഡെൻ്റൽ കെയർ എന്നുള്ളൊരു സ്ഥാപനത്തിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. BDS സെക്കൻഡ് ഇയർ പഠിക്കുന്നൊക്കെ ഒരു സമയത്ത് ഭയങ്കര സ്ട്രെസ് ലൈഫിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലൈഫായിരുന്നു ആ സമയം. കാരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്നൊക്കെ മാറി ഒരു പുതിയൊരു ഗുഹാസ് യൂണിവേഴ്സിറ്റിയിലോട്ടൊക്കെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ്സായിരുന്നു. കാരണം ഭയങ്കര ഫിൽട്ടർ ചെയ്തിട്ടായിരുന്നു ഓരോ കുട്ടികളും എടുത്തിരുന്നത്. പിന്നെ ഞങ്ങൾ ഓൾമോസ്റ്റ് ആ വർഷം 2010 BDS കയറി എല്ലാവരും ഫേസ് ചെയ്തൊരു സംഭവമാണ് കൂട്ടത്തോൽവി എന്നൊരു സംഭവം. അങ്ങനെ ആ തോൽവിയിൽ നിന്ന് ഞങ്ങളെല്ലാവരും നിൽക്കുമ്പോൾ ഭയങ്കര ടെൻഷനും ഫ്രസ്ട്രേഷനും ഡിപ്രഷനുമായി നിൽക്കുന്നൊരു സമയത്താണ് എൻ്റെ ഉമ്മ വഴി ഞാനൊരു മൊയ്നു സാറിൻ്റെ കോഴ്സിലേക്ക് ഞാൻ ചെല്ലുന്നത്. ഫസ്റ്റ്, അതായത് സെക്കൻഡ് ഇയർ പഠിക്കുന്ന ആ സമയത്ത്. അങ്ങനെ ആ ക്ലാസ്സിൽ നിന്നും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കിട്ടി. അതിപ്പം എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് എൻ്റെ ഒരു കോൺഫിഡൻസ് ലെവല്, എൻ്റെ എന്താ പറയുക, എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഭയങ്കരമായിട്ട് മാറ്റം വന്നു. അതിനുശേഷം ഞാൻ സാറിൻ്റെ വേറെയും കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് കുറേ തെറാപ്പീസ് കാര്യങ്ങൾ എല്ലാം സാർ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ ക്ലാസ് ഫോളോ ചെയ്തതുകൊണ്ട് എനിക്ക് പിന്നെ എൻ്റെ ലൈഫിൽ ഫെയിലിയർ എന്താണെന്ന് ഞാൻ പിന്നെ അറിഞ്ഞിട്ടില്ല. ഞാൻ ഭയങ്കര ജെന്യൂനായിട്ട് പറയുന്നത്, എനിക്ക് ഫെയിലിയർ എന്താണെന്ന് പിന്നെ ഞാൻ അറിഞ്ഞിട്ടില്ല. ഭയങ്കര സക്സസ് ആയിരുന്നു പിന്നെ എൻ്റെ ഓരോ സ്റ്റെപ്പും. പിന്നെ തേർഡ് ഇയർ, ഫൈനൽ ഇയർ അങ്ങനെ നല്ല മാർക്കോടെ തന്നെയാണ് ഞാൻ പാസ്സായത്. അപ്പം ഞാൻ ആ പഠിച്ചിറങ്ങുന്ന സമയത്ത് തന്നെ എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു എൻ്റെ ക്ലിനിക്കിനെ പറ്റിയൊക്കെ. ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്ന ക്ലിനിക്കിനെ പറ്റിയൊക്കെ എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഒരു പുതിയൊരു ക്ലിനിക്ക് ആവണം, ഞാനായിരിക്കണം അവിടെ ഫസ്റ്റ് വരുന്നൊരു ഡെൻറ്റിസ്റ്റ്, അങ്ങനെ ഒരു പുതിയ നല്ല സെറ്റപ്പ്, അടിപൊളി എല്ലാവരും അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ക്ലിനിക്ക് ആവണം എന്നൊക്കെ എനിക്ക് അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ എനിക്കായിട്ട് ആ ക്ലിനിക്ക് തുടങ്ങാനുള്ളൊരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആ സമയത്ത് എനിക്കുണ്ടായില്ല. ഞാൻ പഠിച്ചിറങ്ങിയിട്ടല്ലേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഫസ്റ്റ് വേറെ ക്ലിനിക്കിലാണ് വർക്ക് ചെയ്തിരുന്നത്. അവിടുന്ന് ഒരു 3 to 4 months ഞാൻ വർക്ക് ചെയ്തപ്പോൾ തന്നെ എൻ്റെ മനസ്സിലെ ആഗ്രഹം ഇങ്ങനെ ഭയങ്കര ശക്തമായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഈ ക്ലിനിക്കിലോട്ട് എന്നെ വിളിക്കുന്നത്, ഞാൻ ഈ ക്ലിനിക്കിലോട്ട് വരുന്നതൊക്കെ. അപ്പോൾ ഞാൻ എന്താണോ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചത് അതിലൊരു ഫുൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ ഈ ക്ലിനിക്കിലുണ്ട്. അതായത് ഞാനാണ് ഇവിടെ ഫസ്റ്റ് വന്നൊരു ഡോക്ടർ. അപ്പം എൻ്റെ പേഷ്യൻസ്, എൻ്റെ കാര്യങ്ങൾ എല്ലാം ഞാൻ മനസ്സിൽ എന്താണോ ആഗ്രഹിച്ചത് അതുപോലെ എല്ലാം തന്നെ എനിക്കിവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം എൻ്റെ കൂടെ പഠിച്ച കുട്ടികൾക്കൊക്കെ ഒരു അത്ഭുതമാണ്, എങ്ങനെയാണ് നീ ഇങ്ങനെ എത്തിയത്, ഞങ്ങൾ ചെയ്യാത്ത വർക്കുകളൊക്കെ നീ ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെയൊക്കെ. അത് എങ്ങനെയാണെന്ന് എനിക്കും അറിഞ്ഞുകൂടാ. അതൊരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയൊരു എനർജി, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. ഒരുപാട് കാര്യങ്ങൾ പിന്നെ എനിക്ക് എൻ്റെ കരിയറിലും എനിക്ക് ഭയങ്കര സക്സസ് ആണ് അതുകൊണ്ട് ഉണ്ടായിട്ടുള്ളത്. ഓരോ ദിവസങ്ങളും കൂടുന്തോറും എനിക്ക് ആ സക്സസ്സും കാര്യങ്ങളും കൂടി വരികയാണ്. അപ്പം അതിന് സാർ എനിക്ക് ഒരുപാട് ടെക്നിക്സും കാര്യങ്ങളും അതിൻ്റെ തെറാപ്പീസും കാര്യങ്ങളും എല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് ചെറിയൊരു സംഭവം പറയാമെന്ന് വെച്ചാൽ,
നമ്മുടെയൊക്കെ മെയിൻ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു നെഗറ്റീവ്സ് കിട്ടുമ്പോഴത്തേക്ക് അതിൽ തളർന്ന് നമ്മൾ അതിൽ നിന്ന് ഒളിച്ചോടി പോകാൻ ശ്രമിക്കാറ് സാധാരണ. ഇപ്പോൾ പേഷ്യൻസിൻ്റെ കാര്യങ്ങളിൽ നിന്നായാലും ഒരുപാട് നെഗറ്റീവ്സും ഒരുപാട് കമൻസൊക്കെ നമുക്ക് വരും. പക്ഷേ അതൊക്കെ നമ്മൾ അപ്പം ഓവർകം ചെയ്ത് അതിനെ നമ്മൾ ഫേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിയായിട്ടുള്ള സക്സസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പം ഫസ്റ്റൊക്കെ ആണെങ്കിൽ ഞാൻ ആ ഒരു ഫെയിലിയറും കാര്യങ്ങളും വരുമ്പോഴത്തേക്ക് ഞാൻ തകർന്നു പോവുമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ അതിൽ നിന്നൊക്കെ ഒരു ഭയങ്കര എന്താ പറയുക ശക്തിയോടെ ഒരു ഉയർത്തെഴുന്നേൽക്കാനുള്ള കഴിവൊക്കെ എനിക്ക് കിട്ടിയത് ആ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ്. അപ്പം എൻ്റെ ഒരു ജേർണി എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോഴത്തെ എൻ്റെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നോക്കുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം ഇതുപോലെ ഒരുപാട് കുട്ടികളുണ്ടാവും നമ്മൾ പഠിക്കുന്ന കാലത്ത് ഫെയിലിയറായി ഇനി എനിക്ക് എവിടെ എത്താൻ പറ്റില്ല, ഭയങ്കര സ്ട്രെസ്സായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് കുട്ടികൾക്ക് ഈ ഒരു ക്ലാസ്സിന് ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം എൻ്റെ ലൈഫിലൊരു എക്സ്പീരിയൻസാണ്. ഞാൻ ആ ക്ലാസ് അറ്റൻഡ് ചെയ്തു, എനിക്ക് ഭയങ്കര സക്സസ് ആയി. ഇപ്പോഴും അങ്ങനെയാണ്. ഇനിയും ഞാൻ ഒരുപാട് പഠിക്കാനുണ്ട്. ഇപ്പം ഒരു ഡെൻറ്റിസ്റ്റ് എന്ന നിലയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചു. ഇനിയൊരു സ്റ്റുഡൻറ്റ് എന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഈ മോനു സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തല്ലോ സക്സസ് വാലിയുടെ. അപ്പം അന്ന് എൻ്റെ മനസ്സിൽ ഒരുപാട് ഇമോഷൻസ് ഉണ്ടായിരുന്നു. ഇമോഷൻസ് പല ടൈപ്പ് ഇമോഷൻസ് ഉണ്ട്, ഒരുപാട് ബ്ലോക്കുകൾ. അങ്ങനെ ആ ഒരു ഇമോഷൻസൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു എനർജിയാണ് ഫീൽ ചെയ്തത്. ആ എനർജിയാണ് പിന്നെ എന്നെ അങ്ങോട്ട് എൻ്റെ ലൈഫിൽ മുന്നോട്ട് എന്നെ നയിച്ചത്. ഫുൾ ആ എനർജിയാണ്. പിന്നെ ഞാൻ ആഗ്രഹിച്ചതെന്നും പിന്നെ അതിന് മുന്നേ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് എത്താൻ ഭയങ്കര പ്രയാസമായിരുന്നു. പക്ഷേ ആ ഇമോഷൻസും കാര്യങ്ങളൊക്കെ എന്നെ നീങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ എന്നെ തേടി വരികയാണ്. ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ എന്താ പറയുക അതുപോലെ തന്നെ ഒരു -0.1% പോലും അതിൽ കുറവില്ലാത്ത തന്നെ എല്ലാം അത്രയും കറക്റ്റായിട്ട് എൻ്റെ കയ്യിലേക്ക് എത്തിച്ചേരാണ് ഉണ്ടായത്. അതിനൊരുപാട് കുറേ തെറാപ്പീസ്, കുറേ കാര്യങ്ങൾ, കുറേ ടെക്നിക്സ് എല്ലാം ഉണ്ട്. പക്ഷെ അതിപ്പം എനിക്കിപ്പോൾ ഇങ്ങനെ ഡയറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല. അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പോയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ തന്നെ പറ്റുള്ളൂ. അപ്പം ഇതുപോലെ ഒരുപാട് കുട്ടികളുണ്ടാവും. നമ്മൾ പഠിക്കുന്ന കാലത്ത് നമുക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അതുപോലെ സ്റ്റേജ് ഫിയർ, പഠിച്ചതെല്ലാം മറന്നു പോവുക, പരീക്ഷയോടുള്ള ഭയം, ഇതെല്ലാം എനിക്കുണ്ടായിരുന്ന കാര്യങ്ങളാണ്. എനിക്ക് പണ്ടൊക്കെ ഞാനൊരു 10th പഠിക്കുന്ന സമയത്ത് എനിക്ക് എക്സാമൊക്കെ ആയി കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷൻ, എന്നും കരച്ചിലായിരുന്നു. പിന്നെ എനിക്ക് ആ ടെൻഷനേ ഇല്ലാണ്ടായിപ്പോയി. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും നമ്മൾ കുട്ടികളിൽ. എന്തിനോടുള്ളൊരു പേടി, പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലായ്മ. അപ്പം അതൊക്കെ നമ്മളെ മനസ്സിൽ ഒരുപാട് ഇമോഷൻസും ഒരുപാട് ബ്ലോക്കുകളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയെല്ലാം വരുന്നത്. അധികം ആൾക്കാർ മനസ്സിലാക്കാതെ പോയ കാര്യങ്ങളാണ്. നമ്മളെല്ലാവരും കുട്ടികളെ കുറേ കുറ്റപ്പെടുത്തുന്നല്ലാതെ ഇതിൻ്റെ റീസൺ എന്താണെന്ന് നമ്മളാരും കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ടില്ല. സക്സസ് വാലി നടത്തുന്ന മൊയ്നു സാറുടെ NLP കോഴ്സ് ഞാൻ എല്ലാവർക്കും വേണ്ടി സജസ്റ്റ് ചെയ്യുന്നു. പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ കോഴ്സിനെ സജസ്റ്റ് ചെയ്യാണ്. അതായത് നമുക്ക് ലൈഫിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട്, ലൈഫിൽ നമുക്ക് എങ്ങനെ സക്സസ് ആവാമെന്നുള്ളൊരു കോഴ്സിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാവർക്കും ഇതിനെ സജസ്റ്റ് ചെയ്യുന്നു. മോയിൻ സാറിൻ്റെ NLP സ്റ്റുഡൻറ്റ് ക്ലാസ് പങ്കെടുത്തിരുന്നു. അതിന് ശേഷം എനിക്ക് എന്തെന്നില്ലാത്തൊരു ഫീലിങ്സൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ആൾക്കാർ മുന്നേ പോയി സംസാരിക്കാനും ഈ പ്രസംഗം പറയാനും ഭയങ്കര പേടിയായിരുന്നു. സാറിൻ്റെ ഈ ക്ലാസ്സിന് ശേഷം എനിക്ക് എന്തെന്നില്ലാത്ത കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കഴിവൊക്കെ എനിക്ക് കിട്ടി. ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്ലാസ് തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ക്ലാസ് കൊണ്ട് തന്നെ എനിക്ക് എങ്ങനെ പഠിക്കണമെന്നും പഠിക്കുമ്പോൾ ഇത്രയ്ക്ക് ഈസി ആയിട്ട് പഠിക്കാൻ കഴിയുമെന്നൊക്കെ സാറിൻ്റെ ഈ ക്ലാസ്സിന് ശേഷം എനിക്ക് മനസ്സിലായത്. സാറിൻ്റെ ഈ ക്ലാസ്സിനൊക്കെ സാറിന് കുറേ നന്ദി പറയാനുണ്ട്. എക്സാമിന് ഏറ്റവും ഈസി ആയിട്ട് എഴുതാൻ കഴിഞ്ഞു. അതിനുശേഷം ഓരോ എക്സാമിനും എനിക്ക് കഴിഞ്ഞ ശേഷം എത്ര ഫസ്റ്റ് റാങ്ക് മേടിച്ച് ഭയങ്കര ഈസി ആയിട്ട് ക്ലാസ്സിൽ ടോപ്പ് ആവാനൊക്കെ സാധിച്ചു. എന്തിനാത്തൊരു ഗിഫ്റ്റായിട്ടാണ് ഞാൻ ഈ ക്ലാസ്സിനെ കാണുന്നത്. സാറിൻ്റെ ഈ ക്ലാസ്സിന് പങ്കെടുത്താൽ ഇനിയും പങ്കെടുക്കണം ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ട്. ഈ ക്ലാസ്സിന് കിട്ടിയ ഓരോ ഫീലിങ്സും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത്രയ്ക്കും നല്ല ഫീലിങ്സും ഓരോ അനുഭവങ്ങളും ഭയങ്കര സന്തോഷത്തോടെയായിരുന്നു ആ ക്ലാസ്സിൽ തന്നെ പങ്കെടുക്കാൻ കഴിഞ്ഞത്. നമുക്ക് പഠിക്കാൻ ഇത്രയ്ക്ക് പെട്ടെന്ന് കഴിയുമെന്നോ ഇത്രയ്ക്ക് ഓർമ്മിച്ചെടുക്കാൻ ഇത്രയ്ക്ക് വിദ്യാളൊക്കെ ഉണ്ടെന്നും സാറിൻ്റെ ആ ക്ലാസ്സിന് ശേഷം എനിക്ക് നല്ലോണം മനസ്സിലായി. ഓരോ തവണ എക്സാം കഴിയുമ്പോഴും അത് നല്ല ഫീൽ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സിലെ ഓരോ ഫീലിങ്ങും എനിക്ക് എന്തോ ആ ക്ലാസ് കഴിയുമ്പോൾ എന്തോ ഹാപ്പി
ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫീലിങ്സാണ് അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നത്. ക്ലാസ്സിൻ്റെ ശേഷം ഓരോ തവണ ഓരോ കുട്ടികളുടെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് സ്ഥലത്ത് ചെല്ലുമ്പോൾ മടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ ക്ലാസ്സിന് സാറ് പറഞ്ഞ പോലെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ എനിക്ക് നല്ല കഴിഞ്ഞു. ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയ്ക്ക് ആ ക്ലാസ് ഏറ്റവും നല്ലൊരു ഗിഫ്റ്റായിട്ട് ഞാൻ കൂട്ടുന്നു. ഇത്രയ്ക്കും നല്ല ക്ലാസ് കിട്ടിയത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയ്ക്കും നല്ല ക്ലാസ്സിന് എനിക്ക് ലഭ്യമായത്. ഓരോ സ്റ്റുഡൻറ്റിനും ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസ്സായിട്ട് ഞാൻ ഇത് കാണുന്നത്. സാറിൻ്റെ ഓരോ ആറ്റിറ്റ്യൂഡും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സ്റ്റുഡൻ്റ് എന്ന നിലയ്ക്ക് സക്സസ് വാല്യൂയുടെ ഈ മൊയിൻ സാറുടെ ഈ ക്ലാസ്സിനെ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ക്ലാസ്സിന് പങ്കെടുക്കുന്നത്. വേറെ ക്ലാസ് മോട്ടിവേഷൻ ക്ലാസ്സിന് മാത്രം പോയിട്ടുള്ളൂ. അവിടെ ഞാൻ അധികം പ്രസൻ്റ് ആയിരിക്കില്ല, എപ്പോഴും ഭയങ്കര ചില ക്ലാസ്സുകൾ അത്ര പ്രസൻ്റ് ആയിരിക്കില്ല. ഇതെനിക്ക് ഒട്ടും ബോറടിച്ചില്ല, ഫുള്ള് പ്രസൻ്റ് ആയിരുന്നു. ചില ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ കിടന്നുറങ്ങലാണ് പണി, ഒട്ടും ശ്രദ്ധിക്കാറില്ല. പിന്നെ പോയത് കഴിഞ്ഞാൽ ഇങ്ങനെ സാറ് പറഞ്ഞ പോലെ ഒച്ചയും ബഹളവും ഒന്നും നമുക്കൊന്നും ശരിക്കും മനസ്സിലാവില്ല. ഇതെല്ലാം ക്ലിയർ ആയിരുന്നു. തെറാപ്പികളൊക്കെ ഫീലിംഗ് ആയിരുന്നു. ഫസ്റ്റത്തെ 2-3 എനിക്ക് മര്യാദക്ക് ആദ്യമായിട്ടായതുകൊണ്ടായിരിക്കാം അത് ഫീലായില്ല. ഇന്നത്തേക്ക് എല്ലാം ഫീലായി. ഗോൾ സെറ്റിംഗ് ഒക്കെ അടിപൊളി പോലെ തോന്നി. ലാസ്റ്റത്തെ അതെ. താങ്ക് യു. മൊയ്നു സാറിൻ്റെ NLP ക്ലാസ്സിന് വന്നതിന് ശേഷം എനിക്കുണ്ടായ അനുഭവത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. മുമ്പ് എനിക്ക് പഠിത്തത്തിൽ ഞാൻ 10th കഴിഞ്ഞതിന് ശേഷമാണ് ഈ ക്ലാസ്സിന് വന്നത്. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് ക്ലാസ്സിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു സെമിനാർ അങ്ങനെ എന്തെങ്കിലും കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാളെ ഫേസ് ചെയ്ത് സംസാരിക്കാനോ അങ്ങനെയുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ക്ലാസ്സിന് വന്നതിന് ശേഷം എനിക്ക് ആരെ മുമ്പിൽ നിൽക്കുക, എങ്ങനെ വേണമെങ്കിലും സംസാരിക്കുക. ഇനി എനിക്കറിയാത്ത കാര്യമാണെങ്കിൽ പോലും ഞാൻ ട്രൈ ചെയ്യും. അതിനുള്ള കോൺഫിഡൻസ് എനിക്ക് കിട്ടിയത് ഈ ക്ലാസ്സിന് വന്നതിന് ശേഷമാണ്. പിന്നെ പഠനത്തിൽ മൊത്തത്തിൽ കുറച്ച് ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. ധൈര്യത്തോടെ പഠിക്കാം, പേടിയില്ല പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എക്സാം എഴുതുമ്പോൾ കൂളായിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താവും റിസൾട്ട് എന്നുള്ള അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, പേഴ്സണൽ ലൈഫിൽ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ആൾക്കാരോട് എങ്ങനെ സംസാരിക്കണം എന്നുള്ള രീതിയിൽ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. പോസിറ്റീവായിട്ട് ഒരാളോട് എങ്ങനെ സംസാരിക്കുക, അത് പഠിത്തത്തിൽ ഒരുപാട് ഉപകാരപ്പെട്ട്. ടീച്ചേഴ്സിനോട് സംസാരിക്കുമ്പോൾ അവർക്ക് നമ്മളോട് നല്ലൊരു പോസിറ്റീവായ രീതിയിൽ മറുപടി തരാൻ പറ്റുന്ന അങ്ങനെ സംസാരിക്കാൻ വേണ്ടി പഠിച്ചതും ഈ ഒരു ക്ലാസ്സിന് വന്നതിന് ശേഷം തന്നെ. എൻ്റെ പേര് ഡോക്ടർ ഷമീം. ഞാൻ എൻ്റെ പഠനം പൂർത്തിയായിട്ട് MBBS കഴിഞ്ഞിട്ട് ഇപ്പോൾ 2.5-3 വർഷമാകുന്നു. ഞാൻ PG പ്രിപ്പറേഷൻ ചെയ്യുന്ന എൻ്റെ കൂടെ ഞാൻ നാട്ടിൽ തന്നെ വർക്ക് ചെയ്യാണ്. മൊയ്നു സാറിൻ്റെ NLP കോഴ്സിന് വന്നതിന് ശേഷം പഠനത്തിലും ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. പ്രധാനമായിട്ട് ഞാൻ പഠിക്കുന്ന സമയത്താണ് സാറിൻ്റെ ഈ ക്ലാസ്സിൽ എത്തിപ്പെട്ടത്. അതൊരു എത്തിപ്പെട്ടതിന് ശേഷം ആണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ യഥാർത്ഥ രീതിയിൽ എങ്ങനെയാണ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ബാക്കിയുള്ള ഓരോ വിഷയങ്ങളും നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ സമീപിക്കേണ്ടത് എന്ന വിഷയങ്ങളൊക്കെ നമുക്ക് ഒരുപാട് മനസ്സിലാവുകയും അത് പല രീതിയിലും തെറാപ്പിയായിട്ടും പല രീതിയിലും നമുക്ക് ചെയ്യാൻ സാധിക്കുകയും അതിൻ്റെ മാറ്റങ്ങൾ ഉടനടി നമുക്ക് മനസ്സിലാകാനും അത് നമുക്ക് ഓരോരുത്തരും സംസാരിക്കുമ്പോഴും പഠനത്തിലും അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പോയാലും നാട്ടിൽ ബാക്കിയുള്ളവരോടും അല്ലെങ്കിൽ സഹപ്രവർത്തകരോടും സംസാരിക്കുമ്പോഴൊക്കെ ഫ്രണ്ട്സിനോടായാലും എല്ലാവരോടും സംസാരിക്കുമ്പോൾ ആ ചേഞ്ച് നമുക്ക് ഉടനെ ഫീൽ ചെയ്യാൻ സാധിക്കും. പ്രധാനമായിട്ടും കോഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചേഞ്ച് സഡനായിട്ടാണ് സംഭവിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എഫക്റ്റീവാണ് ഓരോ മേഖലയിലും. പ്രധാനമായിട്ടും പഠനത്തിൻ്റെ മേഖല എടുത്തു കഴിഞ്ഞാൽ പഠിക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും ഒരു സ്റ്റുഡൻറ്റിന് ഉണ്ടാവുക നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ചിന്തകൾ വേറെ ഒരുമിച്ച് ഇപ്പോൾ ഒരു പഠന സമയത്ത് ഒരുപാട് ചിന്തകൾ വന്നുകൊണ്ടിരിക്കും. പഠിക്കുന്നവർക്ക് മനസ്സിലാവും അതുവരെ ഇല്ലാത്ത ചിന്തകളായിരിക്കും നമുക്ക് പഠനത്തിൽ വരിക. എക്സാമിൻ്റെ സമയത്തായാലും കൂടുതൽ വരും. ഒരു 2 മാസം ഇരുന്ന് പഠിക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്തായിരിക്കും കൂടുതൽ പല ചിന്തകളും വരും. ചിലർക്ക് സിനിമ കാണണം തോന്നും, ചിലർക്ക് വേറെ ടൂർ പോകണം തോന്നും, അങ്ങനെ ഒരുപാട് ചിന്തകളും അല്ലെങ്കിൽ വിഷയങ്ങളും പ്രശ്നങ്ങളും. ചിലർക്ക് ഭയങ്കര സ്ട്രെസ്സായിരിക്കും, എക്സാമിൻ്റെ സ്ട്രെസ്സ് വരും. എല്ലാ വിഷയങ്ങളും സാറിൻ്റെ ഈ NLP കോഴ്സിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇമോഷണലി ഒരാളോട് ഇപ്പം അല്ലെങ്കിൽ ഒരാളോട് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനോട് ഇഷ്ടമില്ല എന്ന് വിചാരിക്കുക. ആ ഒരു സമയത്ത് നമുക്ക് ഇതുതന്നെ ഈ ഒരു വിഷയം നമുക്ക് തെറാപ്പി ആയിട്ട് എടുക്കുകയും അത് ചേഞ്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ്. ഏത് വിഷയത്തിലും നമുക്ക് എടുക്കാൻ പറ്റും. പ്രധാനമായിട്ടും ഈ കുട്ടികൾ പഠിക്കുന്ന ഞാൻ എൻ്റെ ചേഞ്ച് പറയുകയാണെങ്കിൽ
പഠിക്കുന്ന സമയത്ത് തീരെ കോൺസെൻട്രേഷൻ കിട്ടാറില്ലായിരുന്നു ആദ്യം. പിന്നെയാണ് ഇതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാവുകയും, ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് ഏത് രീതിയിലാണ് നമ്മൾ പഠിക്കുന്നുണ്ട്, ഞാനും പഠിച്ചതാണ്. പക്ഷേ എന്നിരുന്നാലും ആ സമയത്ത് ഇത്രത്തോളം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ് അങ്ങനെ രീതിയിലാവുകയും ഉള്ളിൽ നിന്ന് വരുന്ന പല ചിന്തകളും നമ്മളെ പഠിക്കാൻ സമ്മതിക്കാതിരിക്കുകയും നമ്മൾ അതിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കോൺസെൻട്രേഷൻ എന്നുള്ള ഒരു കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രോസസ്സ് നമുക്ക് ചെയ്യാൻ സാധിക്കാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ തെറാപ്പി ചെയ്യുന്നതിനോടുകൂടി നമുക്ക് ഈ കൂടുതൽ കോൺസെൻട്രേഷൻ മനസ്സിൻ്റെയും അല്ലെങ്കിൽ പഠനത്തിലായാലും എന്ത് കാര്യത്തിലായാലും കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടാൻ എന്നെ സഹായിച്ചു. തുടക്കത്തിലൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു, പലതും പഠിച്ചെടുക്കാനും അവസാനമായപ്പോഴേക്കും എനിക്ക് കൂടുതൽ എങ്ങനെയാണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതും സംഭവിച്ചു. ഏത് മേഖലയിലായാലും ഒരു മേഖല എന്നെടുക്കാൻ പറ്റില്ല. നമ്മളെ ചേഞ്ച് സംഭവിക്കുമ്പോൾ നമ്മുടെ പഠനം മാറുന്നു, നമ്മളുടെ ബാക്കിയുള്ളവരോടുള്ള അപ്രോച്ച് മാറുന്നു, അല്ലെങ്കിൽ നമ്മളുടെ എൻ്റെ പ്രൊഫഷന് ലുള്ള എല്ലാവിധ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നു. ബാക്കിയുള്ളവരുടെ ഇപ്പോൾ കൊളീഗ്സിൻ്റെ കൂടെ ആയാലും അല്ലെങ്കിൽ ബാക്കിയുള്ള നമ്മളെ സബോർഡിനേറ്റ്സ് അല്ലെ കൂടെയുള്ള വർക്ക് ചെയ്യുന്നവരോടുള്ള പെരുമാറ്റം മാറുമ്പോൾ അവർക്ക് നമ്മളോടുള്ള പെരുമാറ്റം മാറുന്നു. ഇതെല്ലാം ഈ കോഴ്സിലൂടെ ഒന്നാമത് മനസ്സിലാവുകയും അത് തെറാപ്പി രൂപത്തിൽ ചെയ്ത് നമുക്ക് നമ്മുടെ ഒരു ക്യാരക്ടറായി വളർത്തിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു സ്പെഷ്യാലിറ്റിയാണ് ഈ കോഴ്സിൽ ഞാൻ കാണുന്നത്. ബാക്കി കോഴ്സുകളിലൊന്നും ഇത്രത്തോളം ഉള്ളിലേക്ക് ഇറങ്ങി നമുക്കൊരു ക്യാരക്ടർ ബിൽഡിങ്ങിനോ അല്ലെങ്കിൽ ഒരു സ്വഭാവ രൂപീകരണത്തിനോ ഒന്നും നമുക്ക് ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സ് ഏറ്റവും മികച്ചതാണെന്ന് എനിക്ക് 100% പറയാൻ സാധിക്കും. എൻ്റെ പേര് ഹിബ, ഞാൻ പാലക്കാട് നിന്ന് വരുന്നു. എനിക്ക് ഈ കോഴ്സ് നല്ല ഇഷ്ടമായി. നമ്മുടെ ദിയ പറഞ്ഞ പോലെ പഠിക്കുമ്പോൾ നല്ല ആസ്വദിച്ച് പഠിക്കാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. പിന്നെ എൻ്റെ ഉമ്മ ചോദിച്ചു ക്ലാസ്സിന് ഇപ്പോൾ എങ്ങനെയുണ്ട്, ഈ തെറാപ്പിയൊക്കെ എങ്ങനെയുണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഉമ്മ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് നല്ല ഇതാണ് പറഞ്ഞു. അപ്പോൾ ഉമ്മക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ശരിക്കും ഇതൊരു നല്ലൊരു ലക്കിയാണ്. പിന്നെ ഇത് ശരിക്കും അമേസിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. താങ്ക് യു. മോഹൻ സാറിൻ്റെ സ്റ്റുഡൻസ് NLP എന്ന ക്ലാസ് കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. ആ ക്ലാസ്സിലൂടെ ഒരുപാട് നേട്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കൈവരിച്ചു. പഠിക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് സ്ട്രെസ്സും പിന്നെ പഠിക്കാൻ തുടങ്ങി അപ്പോൾ ഉറക്കം വരലും അങ്ങനത്തെ കുറേ വിഷയങ്ങളുണ്ടായിരുന്നു. ഈ ഒരു സ്റ്റുഡൻസ് NLP കഴിഞ്ഞതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ടായി. പരീക്ഷയൊക്കെ എത്തുമ്പോൾ പരീക്ഷ ഇനി എന്നാ എത്തണം, പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ കാത്തു നിൽക്കുകയാണ് ചെയ്യുക. പരീക്ഷ എത്തിയാൽ പിന്നെ ഞാൻ ഒരു പേടിയില്ലാതെ ഒന്നുമില്ലാതെ നല്ല സിമ്പിളായിട്ട് പരീക്ഷ എഴുതി അതേമാതിരി റിസൾട്ടും വാങ്ങും. നല്ലൊരു ആത്മവിശ്വാസമാണ് എനിക്കിതിലൂടെ ഉണ്ടായത്. സാധാരണ എനിക്ക് SS, മാത്സ് എന്നീ വിഷയങ്ങൾ ഭയങ്കര എന്താ പറയുക ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു വിഷയമാണ്. ഞാൻ അങ്ങനെ തള്ളി കളയുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര മാർക്ക് കുറവൊക്കെയാണ് അതിൽ. പിന്നെ ഈ സ്റ്റുഡൻസ് NLP കഴിഞ്ഞതിന് ശേഷം എനിക്കറിയാതെ ഞാനേ അത് വായിച്ചു പോകും, എന്താണെന്നറിയില്ല. പിന്നെ അതിന് ശേഷം എനിക്ക് അത് കണ്ട് ഉറക്കം വരില്ല, ഒന്നുമില്ല, ഞാനിങ്ങനെ വായിച്ചു പോകും. അങ്ങനെ നല്ല ചരിത്രമൊക്കെ ആകുമ്പോൾ നല്ല ആസ്വദിച്ച് നല്ല കഥ വായിക്കണ മാതിരി വായിച്ചു പോകും. അങ്ങനെ പരീക്ഷ എത്തുമ്പോൾ അതേമാതിരി ഞാൻ എഴുതും. നല്ല ഇതായിട്ട് കഥ വായിച്ച അതേമാതിരി ഞാൻ എഴുതും. അത്രയും ഇതാണ് എനിക്കിപ്പോൾ ഈ സ്റ്റുഡൻസ് NLP കഴിഞ്ഞിട്ട് ഉണ്ടായൊരു എക്സ്പീരിയൻസ്. സാറ് ക്ലാസ് എടുക്കുമ്പോൾ പല സമയവും ഞാൻ കോൺസെൻട്രേറ്റ് ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെ നോക്കി അത് മൈൻഡ് ആണ്ടൊക്കെ പോയി സാറിൻ്റെ കണ്ണ് നോക്കി ആ കണ്ണിലേക്ക് മാത്രം എൻ്റെ ശ്രദ്ധ, സാറെന്താ പറഞ്ഞ് അത് മാത്രം. അങ്ങനെയാണ് പിന്നെ ഒരുപാട് നേട്ടങ്ങൾ അങ്ങനെ ലഭിച്ചിട്ടുണ്ട്. സാധാരണ എക്സാം കഴിഞ്ഞ് റിസൾട്ട് കിട്ടുന്ന സമയത്ത് ഞാൻ ആകെ പേടിച്ച് വിറച്ച് ഒരു ഭാഗത്തിരിക്കാവും. പിന്നെ ഇപ്പോൾ ഇത് കഴിഞ്ഞ എക്സാമിൻ്റെ റിസൾട്ടിന് വേണ്ടി ഞാൻ കാത്തു നിൽക്കല്ലേ. റിസൾട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. റിസൾട്ടിൽ എപ്പോഴും എനിക്ക് എന്താ പറയുക, ഞാൻ വിചാരിച്ചൊരു ടോപ്പ് സ്കോർ ഉണ്ട്, ആ ടോപ്പ് സ്കോർ ഞാൻ സ്കോർ ചെയ്തിരിക്കും. അത്ര എനിക്ക് നല്ലൊരു ഹാപ്പിയാണ് ഇത് കഴിഞ്ഞിട്ട്. പിന്നെ പണ്ടൊക്കെ എക്സാം എഴുതുമെന്ന് പറഞ്ഞാൽ എക്സാമിൻ്റെ പേപ്പർ കിട്ടുമ്പോഴത്തേനും എൻ്റെ കൈയൊക്കെ ഇങ്ങനെ വിറയലും അങ്ങനെ ഒരുപാട് ഫീലിങ്സ് ഞാൻ അനുഭവപ്പെട്ടു എനിക്ക്. പിന്നെ ഇതിൻ്റെ ശേഷം എനിക്ക് പേപ്പർ കിട്ടണം, എക്സാം വരണം, അങ്ങനെ എക്സാമിൻ്റെ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഫീലിങ്സ്. അത് എപ്പോഴാണ് ഞാൻ എക്സാമിന് വേണ്ടി ഞാൻ കാത്തു നിൽക്കലാണ്. ഇതിനെല്ലാത്തിനും കാരണം ഈ മൊയ്നു സാറിൻ്റെ എക്സ്പീരിയൻസൊക്കെ വരുന്ന ഒരു ഈ ക്ലാസ്സാണ് സ്റ്റുഡൻസ് NLP. ഒരുപാട് നേട്ടങ്ങൾ
വളരെ ആത്മവിശ്വാസവും ഒക്കെ അതിലൂടെ നമുക്ക് നേടാനുണ്ട്. എനിക്ക് ഈ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല. കാരണം അത്രയും വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സാറിനോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല. നമ്മൾ തെറാപ്പി ചെയ്തപ്പോൾ ഒരു പുതിയൊരു ലോകത്തായിരുന്നു നമ്മൾ എത്തിയിരുന്നത്. എനിക്ക് ഹിന്ദി തീരെ അറിയാതെ, വായിക്കാനും എഴുതാനും അറിയില്ലായിരുന്നു. അതിപ്പോൾ ഹിന്ദി ഇപ്പോൾ എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് ഫുൾ A+ കിട്ടുമെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അതുപോലെ തന്നെ നടക്കും, 100% ഉറപ്പാണ്. താങ്ക് യു സാർ. ഫസ്റ്റ് ഒന്നും എനിക്ക് നല്ലോണം അത്ര മനസ്സിലായിട്ടില്ല. ഇപ്പം ലാസ്റ്റ് ആയതാ നല്ലോണം ആയത്. താങ്ക് യു സാർ. സാറിൻ്റെ സ്റ്റുഡൻസ് NLP കോഴ്സിൽ പങ്കെടുത്ത ഒരു സ്റ്റുഡൻ്റാണ് ഞാൻ. അതിൽ പങ്കെടുത്തതിന് ശേഷം ലൈഫിൽ കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. പഠിക്കാനൊക്കെ കൂടുതൽ ഇമ്പ്രൂവായി. മുമ്പൊക്കെ ഞാൻ പഠിക്കില്ല, എക്സാംസൊക്കെ വന്നു കഴിഞ്ഞാൽ വെറുതെ അവിടെ ഇരിക്കും, ഉറങ്ങും, ഒട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്തതിന് ശേഷം എനിക്ക് എക്സാം സ്ട്രെസ്സൊന്നും ഇല്ലാണ്ടായി. ഫുള്ള് പഠിക്കാനുള്ളൊരു കോൺഫിഡൻസ് വന്നു. പിന്നെ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആദ്യം പഠിക്കണ മെത്തേഡൊന്നും എനിക്കറിയില്ല. വെറുതെ തലേ ദിവസം വെറുതെ വായിക്കുമ്പോൾ തന്നെ ഭയങ്കര സ്ട്രെസ്സ് വരും. പഠിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഒന്നും ഉണ്ടാവാറില്ല. ഈ കോഴ്സ് അറ്റൻഡ് ചെയ്ത ശേഷം കുറേ ടെക്നിക്സും കുറേ ട്രിക്സൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ആ ഒരു മെത്തേഡിൽ പഠിച്ചപ്പോൾ എക്സാമൊക്കെ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്. പണ്ടൊക്കെ ഫാമിലിയിൽ എപ്പോഴും പഠിക്കുന്നു പറഞ്ഞ് കുറേ പ്രഷർ തരും. അപ്പോൾ ആകെ ഫുൾ പോവും, പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് പോവും. പക്ഷെ അതിന് ശേഷം പഠിക്കാൻ ഇപ്പോൾ അവരെന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല, അതൊക്കെ ഈസി ആയിട്ട് എടുക്കും, ലീവ് ചെയ്യും, കൂളായിട്ട് എടുത്തിട്ട് പഠിക്കാൻ ഇപ്പം അങ്ങനെ പ്രഷറില്ലാണ്ട് സ്ട്രെസ് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. സ്റ്റഡീസിന് മാത്രമല്ല ബാക്കി ലൈഫിലൊക്കെ ആസ് എ സ്റ്റുഡൻറ്റ് എന്തൊക്കെ ചെയ്യണമെന്നും നമുക്കതിന് ശേഷം കിട്ടും. അതായത് ഇപ്പോൾ ഒരു കാര്യം ഇങ്ങനെ ഈസി ആയിട്ട് കണ്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ, ലൈഫിൽ നമ്മൾ നേരിടുന്ന പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാനായിട്ട് അതും ഈ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്താൽ അത് നമുക്ക് അച്ചീവ് ചെയ്യാം. എൻ്റെ പേര് സ്വരാജ് എന്നാണ്. എനിക്കിപ്പോൾ ശരിക്കും നിങ്ങളോട് അസൂയാണ് തോന്നുന്നത്, ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും നല്ലൊരു ക്ലാസ് കിട്ടിയത്. എനിക്കൊക്കെ വളരെ ലേറ്റായിട്ടാണ് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞത്. എൻ്റെ ലക്ഷ്യങ്ങളൊക്കെ ഞാൻ ഉപേക്ഷിച്ചിട്ടിരിക്കുകയായിരുന്നു ശരിക്കും. പക്ഷേ ഈ ക്ലാസ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി അതൊക്കെ നേടിയെടുക്കാമെന്ന്. എന്തായാലും നേടിയെടുക്കും. മൊയ്നു സാറിന് ഞാൻ നന്ദി പറയുന്നു. മൊയ്നു സാറിൻ്റെ NLP കോഴ്സിൽ പങ്കെടുത്തതിന് ശേഷമാണ് എനിക്ക് പഠനത്തിൽ നല്ല എൻ്റെ ജീവിതത്തിൽ തന്നെ ഭയങ്കരമായിട്ട് മാറ്റം വന്നത്. സാർ ക്ലാസ്സിന് വേറെ തന്നെ ഒരു വെറൈറ്റി ടൈപ്പാണ്. വേറെയുള്ള ക്ലാസ്സിലിരിക്കണ മാതിരി ഒന്നുമല്ല. ഈ ക്ലാസ്സിലാണ് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടും ഭയങ്കര സന്തോഷത്തോടു കൂടി എന്താണ് അടുത്തത് എന്നുള്ള ആ ഒരു ആകാംക്ഷയോട് കൂടി ഇരുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ഭയങ്കരമായിട്ട് സാർ ഓരോ വേർഡ്സും ഭയങ്കര പവർഫുള്ളായിരുന്നു. ഭയങ്കരമായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാനുള്ളൊരു ത്വര, ഇങ്ങനെ പിന്നെയും ക്ലാസ് കഴിഞ്ഞാലും പിന്നെയും ഇങ്ങനെ കേൾക്കാനുള്ളൊരു ആകാംക്ഷയായിരുന്നു. സാറ് ക്ലാസ്സിൽ ഇരിക്കുന്നതിൻ്റെ മുന്നേ ഞാൻ പഠിക്കാമെന്ന് പറയുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ഫീൽ ചെയ്യുന്നു. എന്തൊക്കെയോ വെറുപ്പ് പഠനത്തിനോട്. പിന്നെ ബുക്ക് എന്ന് പറയുമ്പോഴത്തേന് പേടിയാവുക. സ്കൂൾക്ക് പോകണ എന്നെ ഭയങ്കരമായിട്ട് ടെൻഷൻ ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എപ്പോഴും ലഞ്ച് ബ്രേക്കിനോ അല്ലെങ്കിൽ ഇൻ്റർവെല്ലിനൊക്കെ ആയിട്ട് വീട്ടിൽ വരുമായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാലുവേദന വയറുവേദനയൊക്കെ പറഞ്ഞാൽ കള്ളത്തരം കാട്ടായിരുന്നു ഞാൻ. അങ്ങനെ എനിക്ക് സ്കൂൾ തീരെ ഇഷ്ടമല്ലായിരുന്നു. സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു വെറുപ്പുള്ള കാര്യമായിരുന്നു. പക്ഷെ ഇതിന് ശേഷം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോവുക തന്നെ ഉള്ളൂ ഇപ്പോൾ പണി. വീട്ടിലിരിക്കണ ഭയങ്കര ബോറിടപ്പോൾ വീട്ടിലത്തെ പണി ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബോറപ്പോൾ. ഇപ്പോൾ സ്കൂളിൽ പോവുക പഠിക്കുക, ഭയങ്കര രസമാണത്. പഠിക്കുക എന്നൊക്കെ പറയുമ്പോൾ എക്സാമൊക്കെ കാത്തിക്കപ്പോൾ എക്സാമിനൊക്കെ ഇങ്ങനെ ബുക്ക് തുറക്കുക, ഇത് നല്ല രസമാണ്, ഇത് നല്ല രസം എന്നൊക്കെ പറഞ്ഞിങ്ങനെ പഠിക്കുക. ഇത് നേരത്തെ പഠിച്ചാൽ അത് ഓർമ്മയുണ്ടാവും. അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പവർഫുള്ളാണ്. നല്ല മെമ്മറി, നന്നായിട്ട് പഠിക്കാനുള്ള കഴിവ് ഒക്കെ കിട്ടി.
സാറ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ തന്നെ ഒരു വെറൈറ്റി ടൈപ്പാണ്. സാർ കാണുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ സന്തോഷം കൊണ്ട് ചിലപ്പോൾ ഉള്ള എല്ലാ പേടിയൊക്കെ പോയിട്ടുണ്ടാവും. അങ്ങനെ സാർ മുഖത്ത് തന്നെ ഉണ്ടാവും അതിൻ്റെ ഒരു പവറ്. മുമ്പൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കാണുമ്പോഴത്തേന് ആൻസർ പഠിക്കാത്ത ഒക്കെപ്പാടെ പോവുമായിരുന്നു. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ ഇതെനിക്കറിയാം, ഇതെനിക്കറിയില്ല, അതിങ്ങനെ ഇങ്ങനെ ഓരോന്ന് വേർതിരിഞ്ഞ് മനസ്സിലാക്കി ഓരോന്നിനും എങ്ങനെയൊക്കെ ആൻസർ എഴുതണം ആലോചിച്ച് ഇപ്പോൾ ടൈം മാനേജ്മെൻറ്റ് എക്സാമിന് അതൊക്കെ അറിയാം. ഇപ്പോൾ എക്സാംസിനൊക്കെ ഭയങ്കരമായിട്ട് മാർക്ക് കിട്ടുന്നുണ്ട്. ഭയങ്കര സന്തോഷമാണ് എനിക്കതിൽ. അല്ലെങ്കിൽ 25-ൽ 7 എനിക്ക് കെമിസ്ട്രിയിൽ മാർക്ക് കിട്ടിയത്. അതൊക്കെ അപ്പോൾ കെമിസ്ട്രി ഒക്കെ ഇപ്പം എന്താ 40-ൽ എനിക്ക് 20-ൽ എനിക്ക് 17 ഉണ്ട് കെമിസ്ട്രിയിൽ. ഈ മാറ്റമൊക്കെ തന്നതിന് സക്സസ് വാലിനോടും മൊയ്നു സാറിനോടും ഞാൻ ഒരുപാട് നന്ദി പറയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് നന്ദിയൊന്നും പറഞ്ഞാൽ പോരാ ഇതിന് ഇതൊക്കെ പറഞ്ഞതിൽ കാണിച്ചു തന്നേന്ന്. ഇപ്പോൾ എൻ്റെ മാതിരി ഇങ്ങനെ സ്ട്രെസ്ഡും പഠനത്തിലൊക്കെ ഭയങ്കരമായിട്ട് ബാക്കിലുള്ള കുട്ടികൾ അത് നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ എൻ്റെ മാതിരി മാറണം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഭയങ്കരമായിട്ട് ഫലിക്കും. മൊയ്നു സാറിൻ്റെ NLP കോഴ്സ് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനവധി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായിട്ട് NLP എങ്ങനെ നമ്മുടെ വിദ്യാർത്ഥി ജീവിതത്തിൽ അപ്ലൈ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ ഞാൻ കുറേ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റി. മറ്റേ സാധാരണഗതിയിൽ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പഠനം എന്നുള്ളത് ഒരു ആസ്വാദകരമല്ല. പഠനം എങ്ങനെ ആസ്വാദകരമായി തീർക്കാം, എന്തൊക്കെ നമുക്ക് അച്ചീവ്മെൻറ്റ് ടാർഗറ്റ് കാര്യങ്ങൾ നമുക്ക് ഷോർട്ട് ടൈമിൽ നമുക്ക് എങ്ങനെ കൂടുതൽ കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാനും എക്സാം എഴുതുന്ന കാര്യമായാലും എക്സാം പ്രിപ്പറേഷൻസിൻ്റെ കാര്യങ്ങളായാലും അതങ്ങനെ റിസൾട്ടിൽ നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ NLPയിൽ വന്ന് കുറേ പഠിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചു. അതിന് സഹായകമായിട്ടുള്ള NLPയിലെ ലോ ഓഫ് അട്രാക്ഷൻ അത് വളരെ വളരെ മുന്നേറ്റം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ആൽക്കെമിസ്റ്റ് ബുക്കൊക്കെ വായിക്കുന്നത് പോലെ എൻ്റർ യൂണിവേഴ്സ് കൺസ്പേഴ്സ് യു എന്ന് പറഞ്ഞ മാതിരി നമ്മൾ ആ NLPയിൽ ആ ലോ ഓഫ് അട്രാക്ഷൻ ഇവിടുന്നതിൻ്റെ ഒരു ബേസിക് കാര്യങ്ങളെല്ലാം കിട്ടി. അതിന് ശേഷം എങ്ങനെ എൻ്റെ ജീവിതത്തിൽ മാർക്ക് സ്കോർ ചെയ്യുന്നതിലുള്ള കാര്യങ്ങൾ മെച്ചങ്ങളുണ്ടാക്കി. പിന്നെ എക്സാം ടെക്നിക്സ് നമുക്ക് ഓരോ ടെക്നിക്ക് ഉപയോഗിച്ച് പഠിക്കാൻ വേണ്ടി പറ്റി. പിന്നെ അതുമൂലം നിരവധി നേട്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ കൈവരിക്കാൻ വേണ്ടി സാധിച്ചു. മെയിനായിട്ട് നമ്മൾ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്ന പറഞ്ഞാൽ പഠനം എങ്ങനെ ആസ്വാദകരമാക്കി തീർക്കാമെന്നുള്ള കാര്യങ്ങൾ കൂടുതലായി ഇവിടുന്ന് ലഭിച്ചു. എങ്ങനെ സാധാരണഗതിയിൽ നമുക്കറിയാമല്ലോ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ പഠിക്കുക എക്സാം പ്രിപ്പറേഷൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിലൊരു സ്ട്രെയിനും സ്ട്രെസ്സും നിറഞ്ഞൊരു കാര്യമാണ്. അത് നമുക്ക് എങ്ങനെ വളരെ പക്വമാർന്ന് ഹോളിസ്റ്റിക് ആയിട്ട് നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് ലഭിക്കും. How many of you would like to learn your subject easier, faster, quicker and happier? അതായത് എത്ര പേർക്ക് നിങ്ങൾ പഠിക്കുന്ന വിഷയങ്ങൾ എളുപ്പത്തിലും ഏറ്റവും ഈസി ആയിട്ടും സന്തോഷകരമായിട്ടും സ്ട്രെസ് ഫ്രീ ആയിട്ടും പഠിക്കാൻ താല്പര്യമുണ്ട്? ഇഫ് യു ആർ റെഡി ഫോർ ദാറ്റ്, ഹിയർ ഈസ് യുവർ ഗുഡ് ഓപ്പർച്യൂണിറ്റി. എത്ര പേർക്ക് നിങ്ങൾക്ക് നീന്താൻ അറിയുന്നവരൊന്ന് കൈപൊക്കിയേ. ആക്ച്വലി യെസ്, ഐ മീൻ ഇറ്റ്. റേസ് യുവർ ഹാൻഡ്സ്. നിങ്ങൾ നീന്താൻ അറിയെങ്കിൽ നിങ്ങൾ കൈപൊക്കാം. അവിടെ ആ റൂമിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ കൈപൊക്കാം. എന്നാൽ കഴിഞ്ഞ എത്ര വർഷമായിട്ട് ആക്ച്വലി നിങ്ങൾ നീന്തിയിട്ടില്ല? എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ചില ആളുകൾ കഴിഞ്ഞ 5 വർഷമായിട്ട് അവസരമില്ലാത്തതുകൊണ്ട് നീന്തിയിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ചില ആൾ 4 വർഷമായിരിക്കാം, 3 വർഷമായിരിക്കാം, 2 വർഷമായിരിക്കാം, 1 വർഷമായിരിക്കാം, 6 മാസമായിരിക്കാം. കഴിഞ്ഞ 2 വർഷം 3 വർഷമായിട്ട് നീന്താത്ത ആളുകളോടാണ് എൻ്റെ ചോദ്യം. ഇപ്പോൾ നിങ്ങളൊരു തോട്ടിലോ ഒരു കുളത്തിലോ അല്ലെങ്കിൽ ഒരു പുഴയിലോ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീന്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നീന്തി രക്ഷപ്പെടാൻ പറ്റുമല്ലേ? എന്താണ് അവിടെ സംഭവിക്കുന്നത്? യു ക്യാൻ നോട്ട് ഫോർഗെറ്റ് സ്വിമ്മിങ് എന്നുള്ളത് നിങ്ങൾക്ക് മറക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടായിരിക്കും അത് മറക്കാൻ പറ്റുന്നത്? വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോൾഡ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്നാണ് പറയുക. ഒരു കാര്യം നമുക്ക് 3 രീതിയിൽ പഠിക്കാം. ഒന്ന് ഇൻ്റലക്ച്വൽ ലേണിംഗ് ആണ്, ഒന്ന് ഇമോഷണൽ ലേണിംഗ് ആണ്, ആൻഡ് ദ തേർഡ് വൺ ഈസ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. നിങ്ങൾ നീന്തം പഠിച്ചത് ബുക്ക് നോക്കിയിട്ടല്ല. ആദ്യമായിട്ട് വലത് കാൽ പുഴയിലേക്ക് വെക്കുക, രണ്ടാമത് ഇടത് കാൽ പുഴയിലേക്ക് വെക്കുക, ശേഷം വലത് കൈ വെക്കുക, ശേഷം പടത് കൈ വെക്കുക, എന്നിട്ട് അങ്ങനെ മുങ്ങുക. അങ്ങനെയല്ല നീന്തം പഠിച്ചത്. നിങ്ങൾ യു ആർ എക്സ്പീരിയൻസിങ് ഇറ്റ്. യു ആർ ഇൻ ടു ദ റിവർ. നിങ്ങൾ ആ റിവറിൽ എടുത്ത് ചാടി അല്ല കുളത്തിലെടുത്ത് ചാടിയിട്ട് യു ആർ എക്സ്പീരിയൻസിങ്. അത് ഓരോ കോശങ്ങളിലും അതിൻ്റെ മെമ്മറികൾ ഇപ്പോഴും അവിടെ കിടക്കുകയാണ്. അതായത് നിങ്ങളുടെ ന്യൂറോളജിയിൽ അതുണ്ട് നടത്തുന്നത്. ന്യൂറോളജിക്കൽ ലേണിംഗ് ആണ്, അല്ലെങ്കിൽ സെല്ലുലാർ ലെവലിലാണ് ആ ലേണിംഗ് നടന്നത്. സാധാരണ ഭാഷ പറഞ്ഞാൽ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പഠിക്കുന്ന ഓരോ കാര്യവും, നിങ്ങളുടെ ഓരോ സബ്ജക്റ്റും, അത് മാത്സ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, അങ്ങനെ ഓരോ സബ്ജക്റ്റ്, ലാംഗ്വേജ് ആയിക്കോട്ടെ, വോട്ടെവർ ഇറ്റ് ഈസ്, നിങ്ങളുടെ ഓരോ സബ്ജക്റ്റും ആ രീതിയിൽ പഠിക്കുകയും അത് പിന്നെ മറക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ.
വിത്ത് ജോയ്, വിത്ത് ഹാപ്പിനെസ്. അത് നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ച് നോക്കിയാൽ ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് വിൽ ബി, ഹൗ ഹാപ്പി യു വിൽ ബി, how wonderful and amazing it will be. It will be phenomenal. Anyway, I will give you another example. എത്ര പേർക്ക് സൈക്ലിംഗ് അറിയാം? സൈക്കിൾ ഓട്ടാൻ അറിയുന്ന കൈ ഓക്കെ? ഒന്നുകൂടി, ദിസ് ഇസ് സെക്കൻഡ് ടൈം, ഒന്നുകൂടി കൈ ഓക്കെ. സൈക്കിൾ ചവിട്ടാൻ അറിയുന്നത് ഓക്കെ, വെരി ഗുഡ്. കഴിഞ്ഞ എത്ര വർഷമായിട്ട് സൈക്കിൾ ചവിട്ടിയിട്ടില്ല നിങ്ങൾ ലാസ്റ്റ്? ചില ആൾ 6 മാസം ചവിട്ടിയിട്ടുണ്ടാവില്ല, ചില ആൾ 1 വർഷമായിട്ട് ചവിട്ടിയിട്ടുണ്ടാവില്ല. എൻ്റെ ചോദ്യം, ഇപ്പോൾ നിങ്ങൾക്ക് സൈക്കിൾ തന്നെ ചവിട്ടി പോകാൻ പറ്റുമോ ഇല്ലയോ? ആൻഡ് യു ക്യാൻ, ഐ നോ യു ക്യാൻ. It's not a belief, but you can. It's a trust from you. It will come from your heart that you know it about it and you can do it. ആൻഡ് മൈ ക്വസ്റ്റ്യൻ ഈസ്, എന്തുകൊണ്ടത് മറക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്? ബിക്കോസ് നമ്മുടെ സ്വിമ്മിങ് പഠിച്ച പോലെ തന്നെ ഇറ്റ്സ് എൻ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. നിങ്ങൾ ബുക്ക് വായിച്ച് പഠിച്ചാണോ ആദ്യമായിട്ട് വലത് കാല് വലത് പെഡലിൽ വെക്കുക, ഇടത് പെഡലിൽ രണ്ടാമത്തെ കാല് വെക്കുക, ഹാൻഡിൽ പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ നീട്ടത്തിൽ ചവിട്ടിയാൽ വട്ടത്തിൽ ഓടുക, ഇങ്ങനെ ബുക്ക് വായിച്ച് പഠിച്ചതല്ല. ഇറ്റ് ഈസ് എൻ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ്. ഇതേപോലെ നമ്മുടെ ഓരോ സബ്ജക്റ്റിനെയും ഓരോ വിഷയങ്ങളെയും സ്കൂളിലെ ഓരോ വിഷയങ്ങളെയും നമുക്ക് എക്സ്പീരിയൻസ് ലെവലിൽ പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് NLP പുറത്തു കൊണ്ടുവന്ന ഒരുപാട് ലേണിംഗ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ലേണിംഗ് സീക്രട്ടുകളിൽ ഒരുപാട് സീക്രട്ടുകൾ. അതായത് NLPയിൽ ലേണിംഗ് സ്ട്രാറ്റജികൾ തന്നെയുണ്ട്. ഓരോന്നിനും ഓരോ സ്ട്രാറ്റജിയുണ്ട്. എന്താണ് സ്ട്രാറ്റജി എന്നുള്ളത് ഒരൊറ്റ വാക്കിൽ പറയാം. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നു എന്ന് വിചാരിക്കാം, നിങ്ങളുടെ തന്നെ, തിരിച്ചു മറിച്ച് നോക്കണ്ട, നിങ്ങൾ തന്നെ ഉദ്ദേശിച്ചത്. നിങ്ങളുടെ വീട്ടിൽ ഞാൻ വരികയാണ്, എൻ്റെ ഫാമിലിയായിട്ട് ഞാൻ വന്നത്, അവിടുന്ന് ഭക്ഷണം കഴിച്ച് ഉച്ചഭക്ഷണം നിങ്ങൾ എനിക്ക് തന്നു, അങ്ങനെ അതിൻ്റെ കൂടെ ഒരു കേക്ക് നിങ്ങൾ എനിക്ക് തന്നു എന്ന് വിചാരിക്കുക. എനിക്ക് ആ കേക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അതേ കേക്ക് എനിക്ക് വീട്ടിൽ കൊണ്ടുപോയി ഉണ്ടാക്കണം. അറ്റ്ലീസ്റ്റ് 2 കാര്യം എനിക്ക് അറിയുകയാണെങ്കിൽ അതേ സെയിം കേക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഒന്ന്, അതിൽ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് അതിൻ്റെ അകത്ത് ചേർത്തതെന്നുള്ളത്. അതിനകത്ത് മുട്ട ഉണ്ടായിരിക്കാം, ഫ്ലവർ ഉണ്ടായിരിക്കാം, അതുണ്ടായിരിക്കാം, ഷുഗർ ഉണ്ടായിരിക്കാം, പലതും ഉണ്ടായിരിക്കാം. ഇതൊക്കെ ഇൻഗ്രീഡിയൻസ് ഞാൻ അറിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇൻഗ്രീഡിയൻസ് അറിഞ്ഞാൽ മാത്രം മതിയോ? ആദ്യം വേണ്ട ഇൻഗ്രീഡിയൻറ്റ് ലാസ്റ്റ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ലാസ്റ്റത്തെ ഇൻഗ്രീഡിയൻറ്റ് മിഡിലിട്ട് ആദ്യം ഇട്ട് കഴിഞ്ഞാൽ ആകെ കേക്കല്ല ഉണ്ടാവുക, അവലോസാനം ഉണ്ടാവുക. അതിൻ്റെ സീക്വൻസ് അറിയണം. ആദ്യമേത്, രണ്ടാമതേത്, മൂന്നാമതേത്, നാലാമതേത്, അഞ്ചാമതേത്, ആറാമത്. അതിൻ്റെ ഒരു സീക്വൻസ് ഓർഡർ ഉണ്ട്. ഈ ഓർഡറും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ വീട്ടിൽ വന്നിട്ട് സെയിം കേക്ക് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ കേക്കിൻ്റെ സ്ട്രാറ്റജി ഞാൻ പഠിച്ചു എന്നർത്ഥം. നൗ ഐ നോ ദ സീക്രട്ട് സ്ട്രാറ്റജി ഓഫ് എ ടേസ്റ്റി കേക്ക്. ഇതിൽ ടേസ്റ്റി കേക്കിൻ്റെ സീക്രട്ട് സ്ട്രാറ്റജി എനിക്ക് മനസ്സിലായി. ഇതേപോലെ പഠനത്തിന് ഒരു സ്ട്രാറ്റജി ഉണ്ട്, മെമ്മറിക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ട്. എങ്ങനെ മെമ്മറൈസ് ചെയ്യണം, എങ്ങനെ പഠിക്കണം, എങ്ങനെ പഠിച്ചതിനെ റിട്ടേൺ ചെയ്യണം, നിലനിർത്തണം, ഇതിനെല്ലാം ഒരു സ്ട്രാറ്റജി ഉണ്ട്. ഈ സ്ട്രാറ്റജി എല്ലാം കംപ്ലീറ്റ്ലി NLPയിൽ നമ്മൾ പഠിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. ഒരുപാട് കുട്ടികൾ, ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മൾ കോഴ്സ് ഓൾറെഡി കഴിഞ്ഞു. ഓരോ സ്റ്റുഡൻറ്റ് നമ്മൾ കോഴ്സ് കഴിഞ്ഞവർ പറയുന്നത്, സാർ ഇപ്പോൾ വളരെ ഈസി ആയിട്ടാണ് പഠിക്കുന്നത്, വളരെ ഫാസ്റ്റാണ്, മെമ്മറി പവർ കൂടി. മാത്രമല്ല ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയൊരു ഘടകം, വളരെ സന്തോഷമാണ്. ഒരു സബ്ജക്റ്റ് കാണുമ്പോൾ മുമ്പൊക്കെ ഭയങ്കര പേടിയായിരുന്നു, എക്സാം തോറും പേടിയായിരുന്നു. ഇപ്പോൾ എക്സാം എന്ന് കേൾക്കുമ്പോൾ വളരെ ഹാപ്പിയാണ്. സബ്ജക്റ്റ് കാണുമ്പോൾ തന്നെ മാത്സ് ആവട്ടെ, സയൻസ് ആവട്ടെ, വട്ടവർ ഇറ്റ് ഈസ്, വളരെ ഹാപ്പിയാണ് പഠിക്കുന്നത്. ജോയ്ഫുള്ളായിട്ട്, ഹാപ്പിയായിട്ട്, സ്ട്രെസ് ഫ്രീ ആയിട്ടാണ് പഠിക്കുന്നത്. നിങ്ങൾക്കും അതിന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാം, പഠിക്കാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. Moinu is an international certified trainer. Moinu has completed hundreds and hundreds of trainings in various topics from many top international trainers. He has obtained many international certifications. Following are a few names of his trainers: Tony Robbins, USA; Dr. John D. Martini, USA; Brian Tracy, USA; Blair Singer, USA; Mac Attram, UK; Zoltan Hrusko, USA; Marcus D. Maria, Europe; Larry Gilman, USA; Alex Mandosian, USA; Robert Riopel, Canada; Timothy Hewen, Australia; Thaddeus Lawrence, Singapore; Sin Sia, Singapore; Shiv Kera, India, and many more. He has conducted his life-changing trainings in Dubai, Sharjah, Abu Dhabi, Ajman, Alain, Doha, Qatar, and India. Moinu is a motivational speaker. Moinu is an enthusiastic and passionate motivational speaker. He has an extraordinary and unique power to stir the audience and motivate to achieve the goals intended in the session. He has done several motivational sessions on various topics of life on different stages with top trainers like Shiv Kera, both in Middle East and India.
He has completed several intense in-house courses, trainings, and direct coaching in NLP, Neuro-Linguistic Programming, TA Psychology, CBT, REBT, Counseling, Psychotherapy, ESP, Meditation, Yoga, Pranic Healing, Theta Healing, Silva Ultra Mind System, and much more from several experiential masters both from India and abroad. He has 23 years of experience in his field. He is the founder of Success Valley, a private limited company specializing in success, abundance, happiness, and fulfillment in all areas of human life. His training is an experience, not a program. It is transformative, not informative. It is therapeutic, not theoretical. It is engaging and amusing, flavored with outstanding anecdotes, parables, stories, experiences, and jokes. Media. Moinu's programs and interviews have been telecasted by many TV channels of Kerala, India, and Middle East. He has been invited as a chief guest in Sharjah International TV, a Sharjah government channel. Many newspapers like Malayalam Manorama, Madhrubhumi have reported his services to the humanity.